ഓം ഹ്രീം ഗ്രൂം ചും ഛാ. കറണ്ട് പോയി വന്ന് നിൽക്കുന്നത് കൊണ്ടാണ് ലേറ്റ് ആവുന്നത്. ഐ വാസ് ട്രൈയിങ് ഫ്രം ദ ലാസ്റ്റ് 1 hour several times. It is not working. നോക്കുമ്പോൾ ആ മകനിലത് ഹലോ ഗൈസ്. ഇവിടെ കറണ്ട് വന്നും പോയി നിൽക്കുന്നത്. ഭയങ്കര ഇടിയും മഴയുമാണ് കോട്ടയത്ത്. എന്താകുമോ എന്തോ. ഞാനിന്നേ ഒരു ബിഗ് ബോസിൽ തിരിച്ചു കയറണം. അതിന് നിങ്ങളുടെ സപ്പോർട്ട് വേണം. പറയണത് ആരാണെന്ന് അറിയാമോ? കാര്യം ഞാനിപ്പോൾ ഒരു കാര്യം പ്രധാനമായിട്ട് പറയാനാണ് ഞാൻ ഈ ഒരു വീഡിയോ ഇപ്പൊ ചെയ്യുന്നത്. കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാല് ഒരാളിന്റെ ആക്ഷന്റെ വിപരീതമായിട്ടുള്ള ഒരു റിയാക്ഷൻ മാത്രമായിട്ടാണ് ഞാൻ അതിനെ കാണുന്നത്. കാര്യം എന്ന് വെച്ചാൽ എനിക്ക് ഒരിക്കലും ഞാൻ ഉള്ളിന്റെ ഉള്ളിൽ എനിക്ക് ഒരു പ്ലാനോ അല്ലെങ്കിൽ അങ്ങനെ ഒരു സംഭവം അവിടെ ഉണ്ടാവണമെന്ന് ഞാൻ ഒരു പെർസെന്റേജ് പോലും ആഗ്രഹിച്ചിരുന്ന ഒരാളല്ല. കാര്യം ഞാൻ ഇവിടെ എന്റെ ഞാൻ പറഞ്ഞില്ലേ, ഞാൻ എന്റെ 6 വർഷത്തെ കാത്തിരിപ്പാണ്. എന്റെ 6 വർഷത്തെ ആ കാത്തിരിപ്പിനൊടുവിൽ സംഭവിച്ചു. അപ്പൊ ഞാൻ അങ്ങനെ വന്നിട്ട് ഞാൻ 100 ദിവസത്തെ ഡ്രസ്സും എടുത്തിട്ട് ഞാൻ ഇത്രയും ഡെഡിക്കേഷൻ ആയിട്ട് ഞാൻ അവിടെ വന്നിട്ട് ഓരോ സെക്കൻഡും നിങ്ങൾക്കത് ആ ഷോ കാണാൻ പറയാൻ പറ്റും. ഒരു രീതിയിൽ പോലും ഞാൻ ആ ഷോക്ക് എതിരായിട്ടോ അല്ലെങ്കിൽ അത് കാണുന്ന പ്രേക്ഷകർക്ക് പിന്നെ എഗെയിൻസ്റ്റ് ആയിട്ടോ അല്ലെങ്കിൽ അവിടുത്തെ കണ്ടസ്റ്റന്റിന് പിന്നെ ഒരു ഹാംഫുൾ ആയിട്ടുള്ള രീതിയിലോ ഒന്നും അല്ല റോക്കി ബൈ, അനക്ക് എനിക്ക് അന്നോടൊരു കാര്യം പറയാനെ കൊണ്ടുണ്ട്. എന്തെന്ന് വെച്ചാൽ ജിപ്പ പുറത്താണല്ല. അപ്പം ഞാൻ വിചാരിച്ച് അനക്ക് വേണ്ടിയിട്ട് ഒരു വീഡിയോ അങ്ങോട്ട് ചെയ്യാന്ന്. എൻ്റെ ഈ ഗുണുഗുണു വർത്താനം കേട്ടപ്പോൾ എനിക്ക് മനസ്സിലായി അനക്ക് കുറച്ച് കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കേണ്ടത്. എൻ്റെ ഉപ്പച്ചിയും അന്നെ എന്ത് പഠിപ്പീനാണ് കോയ പാപ്പിച്ചത്? പെമ്പിള്ളരെ എടി പേടി വാടി അങ്ങ് ഇടിക്കുക തുപ്പിക്കുക, ഇതൊക്കെയാണ് അവിടെ നിൻ്റെ ഉമ്മച്ചനും ബാപ്പച്ചനും ഒക്കെ നിന്നെ പാപ്പിച്ചത്. അതിനകത്ത് കയറി നീ കാണിച്ച ഡാൻസും സുനാഫിക്കേഷനും ഒക്കെ കണ്ട നീ ഒരു 1.5 പോക്ക് കേസാണെന്ന് മനസ്സിലാവുന്നുണ്ടല്ലോടാ മുതുക്ക. ആ ബാക്കി തലയെ കള്ളറിട്ടിട്ട് കാര്യമില്ലടാ, തലയ്ക്കകത്ത് വല്ല ഉണ്ടയും വേണം. ഒരു പയ്യൻ്റെ മൂക്കിടിച്ച് പരത്തിയിട്ട് അവൻ വന്നിരിക്കുക എനിക്ക് ചവിട്ടി ഞാൻ. ഹായ് പ്രീത. പക്ഷേ നിലപാടുകൾ അവിടെ ഉച്ചത്തിൽ വിളിച്ചു പറഞ്ഞാൽ മാത്രമേ നിലപാടുകൾ കേൾക്കുന്ന ഒരു സ്ഥലമാണ്. അത് മാത്രമല്ല, നിങ്ങൾ മനസ്സിലാക്കേണ്ടത് അവിടെ ഉള്ളവരൊന്നും പിന്നെ ബുദ്ധിയില്ലാത്ത ആൾക്കാരോ എന്നിൽ കുറഞ്ഞ ആൾക്കാരോ ഒന്നും അല്ല അവിടെ ഉള്ളത്. അവിടെ ഉള്ളത് അതിബുദ്ധിമാന്മാരും. അതാണ് ഞാൻ പറഞ്ഞത്. അവിടെ ബുദ്ധി, കുബുദ്ധി, ശീഘ്രബുദ്ധി, കുടില ബുദ്ധി, അതുപോലെ ചടുല ബുദ്ധി, ബുദ്ധി, ചാണക്യപുത്രി ശീക്ര സ്കലനോന്നൊക്കെ കേട്ടിട്ടുണ്ട്. എന്തോടെ ശീക്ര ബുദ്ധി? എന്തെങ്കിലും ബുദ്ധി, മന്ദബുദ്ധി, പിൻബുദ്ധി, പെൺബുദ്ധി, മുൻബുദ്ധി, എല്ലാ ബുദ്ധിയുള്ള ആൾക്കാരാണ്. എന്താ പെൺബുദ്ധിക്ക് എന്താടാ ഇപ്പം? നിന്റെ ഉമ്മാക്ക് പുത്തി ഉള്ളതുകൊണ്ടല്ലേ നീ ജനിച്ചത്. അനക്ക ഉമ്മാക്ക് പുത്തി ഇല്ലായിരുന്നെങ്കിൽ നീ ജനിക്കുമായിരുന്നടാ കോയ. ഡെഡിക്കേഷൻ കൂടിപ്പോയിട്ടാ ഒരുത്തൻ്റെ പല്ല് വരെ ഇളകി. എന്നിട്ടും നയം. അയ്യോ എന്തുവാ ഇവൻ 2 കൊടുക്കേണ്ട കാര്യം ഉണ്ടായിരുന്നു. ആട് ജീവിതം നജീബിൻ്റെ ചെറുമോൾ ഇന്നലെ മരണപ്പെട്ടു എന്ന് കേൾക്കുന്നു. ഡ്യൂ ടു ന്യൂമോണിയ 1.5 years. അത് 3-4 ദിവസമായില്ല. ഇന്നലെയാണോ നീ കേട്ടോ? അവിടെ ഉള്ളത്. അപ്പൊ അവരോടൊക്കെ നിൽക്കണമെന്നുണ്ടെങ്കിൽ നമുക്ക് മിനിമം ഒരു ബുദ്ധിയെങ്കിലും വേണം അല്ലെ. അപ്പൊ ഞാനൊരു ബുദ്ധിയില്ലാത്ത ഒരാളൊന്നുമല്ല. അത്യാവശ്യം എനിക്ക് ബുദ്ധി ഉണ്ടെന്ന് തന്നെയാണ് എന്റെ ധാരണ. ഈ പറയണ ഒരു സാധനവും നിനക്കില്ല. അബുദ്ധി, ബുബുദ്ധി, ശീക്രസ്കലനോ സ്കീക്കർ ബുദ്ധിയാ ഒരു കുത്തിയും നിനക്കില്ല. നിനക്കാകെ ഉള്ളത് ഒരല്പവും ഒരല്പത്തിൽ കൂടുതലും ഉള്ള അഹങ്കാരം, താനാണെന്ന ഭാവം, അനാവശ്യമായ അപാരമായ ഇൻഫീരിയോറിറ്റി കോംപ്ലക്സ്. ഒന്നും അല്ലാത്ത സീറോ ആയി നിൽക്കുന്ന നിനക്ക് മറ്റുള്ളവരുടെ മുമ്പിൽ എന്തൊക്കെയാണെന്ന് കാണിക്കാനുള്ള വ്യഗ്രത, കുശാഗ്രത, അതാണ് നീ ഈ കാണിച്ച പേക്കൂത്തല്ല. ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാല് അവിടെ അങ്ങനെ ഒരു സിറ്റുവേഷൻ ഉണ്ടാവാനുള്ള സാഹചര്യം കൂടെ നിങ്ങൾ മനസ്സിലാക്കുക. ആരെ കൂടെയാണ് ഞാൻ അങ്ങനെ ഒരു സിറ്റുവേഷൻ ഉണ്ടായതെന്ന് നിങ്ങൾ മനസ്സിലാക്കുക. കാര്യം സിജു അപ്പോഴും അവിടുത്തെ പവർ ടീമിന്റെ ക്യാപ്റ്റൻ ആയിരുന്നു. ഞാൻ അവിടുത്തെ ഒരു നോർമൽ ഒരു പ്രജ മാത്രമായിരുന്നു. ഞാൻ എന്തെങ്കിലും അങ്ങോട്ട് പ്രൊവോക്ക് ചെയ്താൽ പോലും അദ്ദേഹമാണ് അത് പരിഹരിക്കേണ്ടിയിരുന്നത്. ക്യാപ്റ്റനും പ്രജയും അതിന് മുൻകൈ എടുത്ത ഒരു പ്രോബ്ലത്തിലോട്ടായി. ഒരിക്കലും ഞാൻ പിന്നെ ആ ഒരു സംഭവത്തിന് ന്യായീകരിച്ച് പറയുന്നല്ല. പക്ഷേ അതൊരു ആക്സിഡന്റ് ആണെന്ന് നിങ്ങൾ അംഗീകരിച്ച് അങ്ങനെ ഇങ്ങനെ അത് ന്യായീകരിച്ച് പറഞ്ഞാൽ നമ്മൾ തെറ്റിദ്ധരിക്കുമായിരുന്നില്ലേ? അയാള് ന്യായീകരിച്ചില്ലെങ്കിൽ നമ്മൾ തെറ്റിദ്ധരിച്ചേനാ. ശരിയാ. മറ്റു കാര്യം
എനിക്കറിയാം. പക്ഷെ അത് ആക്സിഡന്റിലോട്ട് ചെന്ന് പറ്റിയത് അത് എന്റെ മാത്രം മിസ്റ്റേക്ക് കൊണ്ടല്ല. എനിക്ക് അതാണ് നിങ്ങളുടെ പറയാനുള്ളത്. അത് ഞാൻ ഒരിക്കലും കരുതിക്കൂട്ടി ചെയ്തതല്ല. നിങ്ങൾ എന്നെ വിശ്വസിച്ചേ പറ്റൂ. റോക്കി നിങ്ങൾക്ക് ഒരു പെർസെന്റേജ് എങ്കിലും നിങ്ങൾക്ക് എടാ പേക്കുട്ടിച്ചാത്ത, ആ ചെറുക്കൻ പുറത്തു വന്ന് നിനക്കെതിരെ കേസ് കൊടുത്താ ഉണ്ടല്ലോ, നീ 8 നിലയിൽ തൂങ്ങും. ഇത്രയും പേര് സാക്ഷി പറയും, ഞാൻ ഉൾപ്പെടെ. നീ ഒരു മനുഷ്യനെ ഇടിച്ച് അവൻ്റെ മുഖത്തിൻ്റെ മറ്റേ പര്യായം മാറ്റിയതാണ്. അന്നെ ഉണ്ട തീറ്റിക്കാൻ പറ്റും ആ ചെറുക്കന്. എന്നിട്ട് ആ പയ്യൻ പറഞ്ഞത്, ആ പോട്ട് സാരമില്ല, എൻ്റെ സൗഹൃദത്തിലാണെന്ന് ഞാൻ കണക്കാക്കിക്കൊണ്ട് ഞാൻ ഇച്ചിരി പോലെ നന്നാവാൻ തീരുമാനിച്ചു എന്നാണ് പറഞ്ഞത്. അയ്യോ റോക്കി, നീ ആരുടെ ഉണ്ടയാ? നീ ഒന്നിനു മുമ്പേ കൈയെടുക്കണ എന്തിന്? പെമ്പിളരെ തല്ലാണ് നിനക്ക് കൈ പൊക്കല്. നീ എന്തിനാ ജാസ്മിനെ തെറി വിളിച്ചത്? നീ ഇനി വാടാ, നീ ഇനി പുറത്തു വന്നില്ലേ? നിനക്ക് ധൈര്യമുണ്ടാണോ? നീ എറണാകുളം സിറ്റിയിൽ ഇറങ്ങി നിന്നിട്ട് ഞാൻ അവിടെ നിൽക്കണം എന്ന് പറയണം. ബാക്കി ജാസ്മിൻ്റെ പാൻ നോക്കിക്കോളൂ. ജാസ്മിനിൽ പാൻസ് അസോസിയേഷൻ ഉണ്ട്, അതറിയണമെങ്കിൽ ഒരു ഹായ് തരൂ. പിന്നെന്താ വരണേ ഹായ്? അതിനെന്തത്ര കിണിക്കായി? സിജോ ഇവനെതിരെ കേസ് കൊടുത്തില്ലേ? അതാണ്, അവൻ മാപ്പ് കൊടുത്തൊന്നും. അതിൻ്റെ കുഴപ്പമായി കാണിക്കുന്നത് എൻ്റെ കയ്യിലെ തെറ്റല്ല, സിജോയുടെ തെറ്റാണ്. സിജോ ഇറങ്ങിയിട്ട് അവനെതിരെ കേസാണ് കൊടുക്കേണ്ടത്. പുള്ളിക്ക് ഒത്തിരി ഹെഡ് വെയിറ്റ് ആണ്. ഹീ ഈസ് സോ അറഗൻറ്റ്. അതാണ് കറക്റ്റ്. സെലസ്റ്റി മേരി കറക്റ്റായിട്ട് പറഞ്ഞു. ഹീ ഈസ് സോ അറഗൻറ്റ് ആൻഡ് ഇറിറ്റേറ്റിംഗ് ക്യാരക്ടർ. പുതിയ കമ്മലുകൾ സൂപ്പർ. ഇല്ല ജച്ചൂസ്, ഇത് പഴയ കമ്മലാണ്. ആ ഒരു ഷോയില് 1% എങ്കിലും നിങ്ങളെ ഞാൻ തൃപ്തിപ്പെടുത്തിയിട്ടുണ്ടെങ്കിൽ മാത്രം നിങ്ങളൊന്ന് ആത്മാർത്ഥമായിട്ട് ഒന്ന് ചിന്തിച്ചിട്ട് വേണം ഇതിന് മറുപടി പറയാൻ വേണ്ടി. എൻ്റെ പൊന്ന് സഹോദരങ്ങളെ, എൻ്റെ മറുപടിയാണ് എനിക്ക് പറയാനുള്ളത്. അല്ല ലെവൽ അത് നിന്നെ ആ ഷോയുടെ എന്നല്ല, ഞങ്ങളുടെ ഒന്നും കുടുംബത്തിൻ്റെ ഇടയിൽ തടിപ്പിക്കാൻ കൊള്ളാത്ത അൽക്കൂസാണ് നീ. മനസ്സിലായ? സ്ത്രീകളെ പറയുന്ന ഒരു തെറിയുടെ സത്യമല്ല. നിന്നെ പറയുന്നതിനേക്കാൾ കൂടുതൽ എനിക്ക് ഇഷ്ടം നിന്റെ തള്ളകിരണ്ട് തരാനാണ്. ആ പന്ന സാധനം നിന്നെ പഠിപ്പിച്ചതിൻ്റെ കൂടുതലുണ്ടാണ് നീ ഈ വൃത്തിയുടെ അത്രയോടെ കടന്ന് കാണിച്ചത്. പെൺകുട്ടികളോട് എങ്ങനെ പെരുമാറണം നിന്റെ അമ്മച്ചി എന്നെ പഠിപ്പിക്കാത്തതിൻ്റെ ആഫ്റ്റർ എഫക്റ്റ് ആണ് നീ പെൺപിള്ളേരെ ലട്ടി വാടി ഇവിടെ വാടി പോടി പോടി ഊടി ഊടി. അതാണ് കേമോന്ന് ആര് പാപ്പിച്ച് തന്ന് പാപ്പാനെ? 1% എങ്കിലും ഈ ഷോയ്ക്ക് ഞാൻ നീതി പുലർത്തിയിട്ട്. അയ്യേ, ജാസ്മിൻ്റെ ഫാൻസ് ആണോ നിങ്ങൾ? അപ്പം അയ്യേന്നൊക്കെ ആയ. ജാസ്മിൻ നല്ല കുട്ടിയല്ലേ ഫരസ? നല്ല കുട്ടിയല്ലേ? എന്താണ് പ്രശ്നം? ജാസ്മിൻ്റെ പ്രശ്നം എന്താണെന്ന് നിങ്ങൾ പറഞ്ഞാണ് ഞാൻ അറിയാത്തോട് ചോദിക്കുന്നത്. എനിക്ക് മനസ്സിലാക്കാത്തോട് ചോദിക്കുന്നത്. എന്താണ് ജാസ്മിൻ്റെ പ്രശ്നം? പ്രണയമോ? 2-3 കല്യാണം കഴിക്കാൻ നിങ്ങൾക്ക് 2-3 പ്രണയമല്ലേ ഉണ്ടായിട്ടുള്ളൂ? മാരേജ് ഒന്നും നടന്നില്ലല്ലോ. മാരേജ് ഒന്നും നടന്നോ ഇല്ലെന്ന് മാത്രം നോക്കുക. നിങ്ങളുടെ മതത്തിൽ ഏറ്റവും കൂടുതൽ വേണ്ടത് ഒറ്റ കല്യാണം കഴിക്കുന്ന പെണ്ണാണ്. 2-3 പ്രേമമൊക്കെ ഒരു കുഴപ്പമില്ല. ഇഷ്ടമാതിരി പ്രേമിക്കാം, ഇഷ്ടമാതിരി അഭിഹിതം നടത്താം, ഇഷ്ടമാതിരി തോന്നിയാണ് കേൾക്കുക. അതൊന്നും ഇവിടെ പ്രശ്നമല്ല. മുസ്ലിം ആയിരിക്കണം എന്നല്ലേ പറഞ്ഞു. അവള് മുസ്ലിം അല്ലേ? തട്ടമിട്ട തലകൾ നിങ്ങൾ കാണുന്നില്ലേ? തട്ടത്തിൻ മറയത്തെ പെണ്ണെ. ഈ മറയത്ത് പോയി ഇരിക്കുന്ന ഒരു കുഴപ്പമേ അവക്കുള്ളൂ. ആകെ ഞാൻ കാണുന്ന ഒരു പ്രശ്നം, ഒളിച്ചു മാറി ഇരുന്നുകൊണ്ട് എന്തിരക്കെ കാണിക്കും. പിന്നെ കൂട്ടുകൂടി നടന്നായിരുന്നത് അസ്ലാമാളിയായിട്ട്. അസ്ലാമാളി എന്തായിരുന്നു? ജുഞ്ചുക്ക ഇത് തന്നെയായിരുന്നു. മുല്ലപ്പൂമ്പൊടി എത്തിക്കിടന്ന കല്ലിനും ഉണ്ടാവൂലേ ആ സൗരഭ്യം? അതല്ലേ ആ കൊച്ചു ചെയ്തോളൂ. ആ കൊച്ചു ചെയ്ത കുറ്റം എന്താണ്? അത് ശരിയാ, അതാണ്. ഇത് ഒരു പെൺകുട്ടിയെ ചെയ്ത എങ്കിൽ പിന്നെ ഈ ന്യായം പറയാൻ കാണുമായിരുന്നില്ല. അതാണ് ശാലു. അതാണ് ജാൻസിൻ പാസ് അസോസിയേഷൻ ഹെഡ് ക്വാർട്ടേഴ്സ് ഇൻ കൊല്ലം, നോട്ട് ഇൻ എറണാകുളം. അതൊന്നും പറയാൻ പറ്റില്ല. ഇപ്പോഴും എറണാകുളത്തിലും ആളുണ്ട്, എവിടെയുണ്ട്. ജാസ്മിൻ ആരെപ്പം ആള് സ്റ്റാറല്ലേ? സ്റ്റാർ. ഹായ്, എൻ്റെ വാട്സപ്പിലെ വീഡിയോ ഞാൻ കണ്ടു. അത് പറയാനായിട്ടാണ് വന്നെങ്കിൽ എന്നെ കൊണ്ടുവരുമെന്ന് പറയരുത്. തൊണ്ട വയ്യടാ, സമാധാനപ്പെട്ടിരി. ജാസ്മിൻ ദീനിയല്ലേ ചേച്ചി? അതും ശനിയാഴ്ച ഞായറാഴ്ച ആകുമ്പോൾ ദീനിയാത്തുൽ ഇസ്ലാമിയത്ത് തലയിൽ കയറിയിട്ട് ദീനിയാത്തുൽ അസ്സലവത്തും അൽഗുലാത്തും അൽക്കുബാറത്തും എടുത്ത് തലയിൽ വെക്കും. എന്തുവാ ഇതൊരു പുതിയ തരം തലയെക്കെട്ടാണ്. ഈ കെട്ട് ഇനി നമ്മൾ പഠിക്കേണ്ടിയിരിക്കുന്നു. ലോകത്ത് ആദ്യവും അവസാനമായിട്ട് കണ്ടുപിടിച്ചത്, അത് പ്രാക്ടിക്കലാക്കിയത് അസസ്മിനാണ്. വെളുത്ത് തുറന്നു വെച്ചിരുന്ന പഴമല്ലേ നമ്മൾ കാക്ക കൊത്തിക്കൊണ്ട് പോവത്തില്ലേ? അതുകൊണ്ട് പഴം മൂടി വെച്ചിരിക്കുകയാണ് അവൾ തലയിൽ. ജാസ്മിൻ്റെ പ്രശ്നം വേറെ ഒന്നുമല്ല. ഇതാ ബിഗ് ബോസ് ഈ ഒരു പരിപാടിയല്ലേ, ഇവൾ 24 മണിക്കൂറും അവൻ്റെ കൂടെ അള്ളിപ്പിടിച്ചിരിക്കുക. ഇന്നലെയൊക്കെ ചെറുക്കനിക്ക് തന്നെ മടുത്ത് ഇപ്പോൾ എഴുന്നേറ്റെന്നൊക്കെ പറയുന്നുണ്ട്. അവൻ പെണ്ണിൻ്റെ അടിമയായിരിക്കും. അതാ മറ്റു പെണ്ണിനെ അങ്ങനെ പറയണത്. അത് പോയിട്ട് ജാസ്മിൻ കി ജയ് ഗപ്പ്. ജാസ്മിനെ 100% ഞാൻ ഈ ഷോയ്ക്ക് നീതി പുലർത്തിയിട്ടില്ല എന്നാണ് നിങ്ങൾ തീരുമാനിക്കുന്നതെങ്കിൽ നീ എന്ത് നീതി പുലർത്തിയടാ? എടാ നീരെവിടെ കായെന്നാ കൂന്ന ഇടേണ്ടി വരും കേട്ടാ. അതാ നീ പുലർത്തിയത്. അവൻ നീ പുലർത്തിയെന്ന്. എടാ നീ കൂവാണ്ടാ പുലർത്തിയത്. അതാണ് അവിടെ കണ്ടത്. അക്കളി. ഒന്നിനു മുമ്പ് നീ ആരടാ? നീ ആര്? ബിൽഡേഴ്സർ മച്ചാനാ? ഒന്നിനു മുമ്പ് നീ കൈവെക്കാനായിട്ട് അവിടെ വരുന്ന എല്ലാവർക്കും അത്യാവശ്യം റിലേറ്റീവ്സും അത്യാവശ്യം ഹോൾഡും ഉള്ള മനുഷ്യരല്ലേ?
നീ കൈവക്കി അവനെ ഇടിക്കാൻ എന്താ അവൻ എന്തായാലും തരുവനായ ചുമ്മാ എടുത്തിട്ട് അങ്ങ് ഇടിക്കാൻ തരുവനായ ഇടിച്ചാലും പ്രശ്നം. കാലം കെട്ട കരികാലം. ചേച്ചി, ഐ തിങ്ക് സിജോ ഈസ് പ്ലേയിങ് എ വിക്ടിം കാർഡ്. ഹി ഈസ് ഫർഗീവിങ് റോക്കി ജസ്റ്റ് ടു ഗെറ്റ് ദ സിമ്പതി ഓഫ് ദ ഓഡിയൻസ്. ഹി ഈസ് ആൾസോ കണ്ണിങ്. അവൻ കണ്ണിങ് തന്നെയാണ്, പക്ഷേ വിക്ടിം കാർഡൊന്നും ഇറക്കേണ്ട ആവശ്യമൊന്നും വന്നിട്ടില്ല. ഓൾറെഡി അവൻ്റെ താടിയല്ലേ സുനാബിക്ക് ശേഷം മറ്റേ ഇടിച്ചങ്ങ് പൊളന്നു. സംഗതി ഇടി അവന് കിട്ടിയത് കൊണ്ട് എനിക്കിഷ്ടപ്പെട്ടു. എന്താണെന്നറിയാമോ, അവൻ 2 അടിയുടെ കുറവുണ്ടായിരുന്നു. ബി.എഡൊക്കെ പഠിച്ച ഒരു ടീച്ചർ ലെവലുള്ള ഒരു കഴുത ഇരുന്നുകൊണ്ട് പറയുന്ന കാര്യങ്ങളാണ് അവൻ്റെ യൂട്യൂബിലിരുന്ന് നിങ്ങൾ കേട്ടിട്ടുള്ളത്. അത്യാവശ്യം ടീച്ചർ എന്നൊക്കെ പറയുമ്പോൾ നമുക്കൊരു റെപ്രസെൻറ്റേറ്റീവ് ഒക്കെ തോന്നൂലേ. ഇത് കണ്ടാലേ എന്തെങ്കിലുമൊക്കെ എടുത്ത് വരത്ത് ചത്ത് കിടക്കണ ശവം എഴുന്നേറ്റ് ചെവിക്കലുള്ള ഒരെണ്ണം കൊടുക്കും. അപ്പോൾ ആ ഒരു അടി അനിവാര്യമാണ്. പക്ഷേ അതിനൊരു റൂളില്ലേടേ. 6 വർഷമൊക്കെ കാത്തിരുന്ന് അതിനകത്തേക്ക് കുത്തി കയറിപ്പോയാൽ ഞാൻ ആരുമായിട്ടും ഒന്നും ഉണ്ടാക്കാതെ ഞാൻ കഷ്ടപ്പെട്ടാണ് ഞാൻ ഇതിനകത്ത് വന്നത്, എനിക്കിങ്ങനെ പറയാൻ പേരുന്നില്ല ആനയില്ല എന്ന് പറയുന്നവൻ 7000 സ്ക്വയർ ഫീറ്റ് കക്കൂസി തൂറാൻ പോയി കഥയൊക്കെ അവിടെ എഴുന്നള്ളിച്ചാൽ അത് നടക്കൂ? ചെറിയ മകൻ്റെ സ്കൂൾ പൂട്ടിയില്ലേ, ഇനി 9th അതേലോ. എന്താ ലച്ചൂസേ പേഴ്സണൽ കാര്യങ്ങളൊക്കെ ചോദിക്കണേ? ഐ ഡോണ്ട് ലൈക്ക് ഇറ്റ്. ഓക്കെ, പ്രത്യേകിച്ച് എൻ്റെ കുഞ്ഞുങ്ങളുടെ കാര്യം ചോദിക്കരുത് കേട്ടോ, എനിക്കിഷ്ടമില്ല. പ്രത്യേകിച്ച് ഇളയ മകൻ്റെ കാര്യം ചോദിക്കരുത്. ഓക്കെ. ചോദ്യ കോപിദാസ്, സിജോ ആൻഡ് റോക്കി രണ്ടും കണക്കാ, കറക്റ്റാ. -*- ഇപ്പോൾ കറക്റ്റായി. രണ്ടും കറക്റ്റ്. രണ്ടിനെയും പിടിച്ച് പുറത്താക്കിയപ്പോൾ ഒരു സ്വസ്ഥതയുണ്ട്. അയ്യോ, അപാരം അത്യപാരം. ബാക്കിയും കൂടെ കേൾക്കാം, ഇച്ചിരി കൂടെ ഉണ്ട്. എനിക്കിപ്പോ ഞാൻ നോർമലി എവിക്ഷൻ എല്ലാ ആഴ്ചയിലും വന്നിട്ട് ഞാൻ നിങ്ങളുടെ ഫ്രണ്ടിൽ വോട്ട് ചോദിക്കും. ഞാനിപ്പം ഇതും എന്റെ ഒരു എവിക്ഷൻ പോലെയാണ്. ഉണ്ടായിടാ, ലൈവിൽ വരുമ്പോൾ പറയണ്ടേ, ഗ്രൂപ്പിൽ ഒന്ന് വിവരം അറിയിക്കണ്ടേ. 3 പ്രാവശ്യം ലൈവിൽ വന്ന്, പക്ഷെ വന്നപ്പോഴൊക്കെ കറണ്ട് പോയി. പിന്നെ ഞാൻ ഡിലീറ്റ് ചെയ്ത്. അപ്പോൾ കുറച്ച് നേരം ലെങ്തി കിട്ടുകയാണെങ്കിൽ ഇടാമെന്ന് വെച്ചതാണ്. ക്ഷമിക്കണം. അല്ലെങ്കിൽ അതൊരു ഗ്രൂപ്പാണ്, അത് ടെറർ ഗ്രൂപ്പല്ലേ. ഞാൻ മാത്രമല്ല അവിടെ ഒരു പാവം കുട്ടി. ആ ഷോയിൽ നിന്ന് എവിക്റ്റഡായി. സോ എനിക്കത് അവിടെ തിരിച്ചു പോകണം. അവിടെ അയ്യേ, എന്തരി ഈ പറയണത്? ബിഗ് ബോസിൽ ജാസ്മിൻ സഹ മത്സരാർത്ഥിക്ക് മൂക്കളയിട്ട് ഈ ഗബ്രിക്കാണോ അഥവാ അറിയുന്നു. അവ എന്തും തിന്നും, അവളുടെ എന്തും തിന്നും. അതാണ് അവസ്ഥ. എനിക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ഇനിയും ഒരുപാട് കാര്യങ്ങളുണ്ട്. ഞാനൊന്നും ചെയ്ത് തുടങ്ങിയിട്ടില്ല. ഒരുപാട് കാര്യങ്ങൾ എനിക്ക് ചെയ്യാനുണ്ട്. അത് ചെയ്യാൻ എനിക്ക് നിങ്ങളുടെ സപ്പോർട്ട് വേണം. നിങ്ങൾ എന്റെ കൂടെ ഉണ്ടാവുമെന്നുള്ള അതിയായ വിശ്വാസം എനിക്ക് നെഞ്ചിലുണ്ട്. പിന്നെ എന്റെ കുറച്ച് കൂട്ടുകാരുണ്ട് ഡെന്നില്. എനിക്ക് അവരെ ഭയങ്കരമായിട്ട് മിസ് ചെയ്യുന്നതാ. അത് ഋഷി, അതുപോലെ അർജുൻ, അതുപോലെ അൻസിബ, സിംബറാണി, അതുപോലെ പൂതക്കണ്ണിനെയും രാജാക്കണ്ണിനെയൊക്കെ ഭയങ്കരമായിട്ട് മിസ് ചെയ്യുന്നത്. അപ്പൊ നിങ്ങൾ അനുവദിക്കുകയാണെങ്കിൽ ഞാൻ വീണ്ടും തിരിച്ചു പോകും. ഉടനെ തന്നെ. അനുവാദമൊന്നും കൊടുത്തേക്കല്ലേ പിള്ളേരെ. ഇവൻ വെറും കൂറയല്ല, പരക്കൂറയാ. എന്നിൽ എന്തൊക്കെയെങ്കിലും കുറ്റങ്ങളും കുറവുകളൊക്കെ ഉണ്ടായിട്ടുണ്ട്. കാര്യം ഞാൻ മനുഷ്യനാണ്. ഞാൻ നിങ്ങളെപ്പോലെ പച്ചയായ ഒരു മനുഷ്യനാണ്. അപ്പം അതുകൊണ്ട് എന്നിലും ഉണ്ടായ ഒരു തെറ്റ് നിങ്ങൾക്ക് ക്ഷമിച്ചു തരാൻ പറ്റൂലേ? റോബിക്ക് തെറ്റ് പറ്റിയെങ്കിൽ എന്റെ കൂടെ ഉള്ളവരെന്റെ ക്ഷമിച്ചു തരാൻ പറ്റൂലേ? പറ്റും. ആത്മാവിൽ മുക്കു വിളിച്ചത് പാളേ, പ്രേമാതുരമായി തൊട്ടുറിയാൻ ഞാൻ അതിനോട്ട് പോകും. അതുപോലൊരു ഇടി ഞങ്ങൾ തരും. നീ അത് നിന്നുകൊണ്ടാ നിന്നെ ഞങ്ങൾ അതിനകത്ത് കയറ്റും. ഒരു പാവപ്പെട്ട ചെറുക്കനെ നീ എടുത്തിട്ട് ഇടിച്ചർമ്മവാൻ്റെ മുഖം വരെ ഓപ്പറേഷനെ കൊണ്ടുപോകുന്ന ലെവലിലേക്ക് നീ എത്തിച്ചില്ല. നിനക്കൊരു ഇടിയുടെ കുറവുണ്ട്, അത് ഞങ്ങൾ പബ്ലിക്ക് തരും. എന്നിട്ട് നിനക്ക് ആരോഗ്യം ഉണ്ടെങ്കിൽ നീ അതിനകത്ത് പൊയ്ക്കാം. നമ്മൾ സമ്മതിച്ചു, ഞാൻ സമ്മതിച്ചു. നിങ്ങളെന്ത് പറയുന്നത്? ഇവ ഇനി എന്ത് ചെയ്യാൻ? ഒന്നും പറയാനൊക്കത്തില്ല. മുകളിൽ ഇട്ട വീഡിയോ ഇൻസ്റ്റാഗ്രാമിൽ വൈറൽ ആണ്. അപ്സര പറഞ്ഞു മൂക്കള ഇടാൻ. അപ്പോൾ ഇട്ട്. അയ്യേ, ഈ ചുമ്മാ ഇരുമില്ലനെ, ഞാൻ കണ്ടില്ല കേട്ടോ. റോക്കി ദ ഗ്രീൻ മനുഷ്യൻ ആണ് ഗുക്സ്. പച്ചയായ മനുഷ്യൻ ബിഗ് ബോസിൽ കയറി കുറെ അങ്ങ് പഴുത്തു. കാര്യം വെച്ച് കഴിഞ്ഞാല് എനിക്ക് പുറത്തിറങ്ങിയപ്പോഴത്തേക്ക് ഒരുപാട് ആൾക്കാര് എന്റെ അടുത്തൊന്ന് ചോദിച്ച ചോദ്യം എന്ന് വെച്ച് കഴിഞ്ഞാല്, നിങ്ങൾ എന്തിനാ അങ്ങനെ ചെയ്തത്? നിങ്ങൾക്കൊന്ന് ഹായ് നിതാശ, എന്തിനാ അങ്ങനെ ചെയ്തത്? എനിക്ക് അത് കേട്ടപ്പോഴാണ് ഞാൻ ഒരുപാട് ആൾക്കാരെ നിരാശപ്പെടുത്തിയെന്ന് എനിക്ക് തോന്നി. ഒരുപാട് ആൾക്കാരെ. അപ്പൊ അതിനൊക്കെ കൂടെയാണ്. പിന്നെ എന്റെ 6 വർഷത്തെ ഒരു സ്വപ്നം കൂടെ അല്ലേ, അതുകൊണ്ടല്ലോ അതും തകർന്നു പോയാല് ആർക്കെങ്കിലും സഹിക്കാൻ പറ്റും. 100 ദിവസത്തെ ഡ്രസ്സും കൊണ്ടാണ് ഞാൻ അവിടെ പോയത്. അപ്പൊ ഇപ്പൊ ഞാൻ നിങ്ങളുടെ സംസാരിക്കുന്ന അസിയായിട്ടാണ് കേട്ടോ, റോഡിയായിട്ടല്ല. 100 ദിവസത്തെ ഡ്രസ്സും കൊണ്ടാണ് ഞാൻ പോയത്.
അതിൽ എനിക്ക് 15 ദിവസമേ എനിക്ക് അവിടെ നിൽക്കാൻ പറ്റുള്ളൂ. അതൊരു വിഷമമുള്ള കാര്യമാണ് റാക്കി. നീ 100 ദിവസത്തെ ഡ്രസ്സൊക്കെ നുള്ളിപ്പറക്കി കെട്ടി എവിടെ കൊണ്ടുപോയിട്ട് നിനക്ക് 15 ദിവസം നിൽക്കാൻ പറ്റുള്ളൂ. ബാക്കി കുറേ അധികം ഡ്രസ്സ് വരത്തില്ല. നീ ഒരു കാര്യം ചെയ്യും, വാങ്ങിച്ചെടുത്തതിനൊന്ന് തിരിച്ചു കൊടുത്തു വെക്ക്. ചിലപ്പോൾ അവർ കാശ് റിട്ടേൺ ചെയ്യും. ഇനിയിപ്പോൾ അങ്ങനെ നടന്നില്ലെങ്കിൽ പാവങ്ങൾക്ക് വിട്രാ. ഇപ്പം നൊയമ്പ് മാസമല്ലേ, റമളാൻ മാസമല്ലേ, പുണ്യദിനമല്ലേ, 10 പേർക്ക് നല്ലത് ചെയ്യും. നീ കാശൊന്നും കൊടുക്കണ്ട, 5-6 ഉടുപ്പ് വിടും. പിന്നെ നിൻ്റെ അളവിലുള്ള സാധനം കിട്ടണം. കുന്നിക്കുരു പോലെ ഇരിക്കുന്ന നിൻ്റെ അളവിലുള്ള സാധനം കിട്ടണം. അതാണൊരു പ്രശ്നം. അങ്ങനെ ആർക്കെങ്കിലും ഒന്ന് കൊടുക്കാൻ നോക്ക്. കൺട്രി ബ്രൂട്ടസ്. കൃഷി അൻസിപ്പ് കുടുംബശ്രീയാണ് ലോകപാര. അപ്സര കപ്പ് കൊണ്ടുപോകുമോ? ചാൻസസ് ആർ ദയർ. ഈ കൊല്ലം രായാക്കൾ കപ്പ് അടിക്കാതിരിക്കട്ടെ. ഡിസർവായ ആരുമില്ല. ഉള്ളതിൽ ഭേദം തൊമ്മൻ അപ്സര ആണ് ടിൽ നൗ. അങ്ങനെ തോന്നുന്നു. അയ്യോ എന്തുവാ ഈ ജിൻഡു എവിടെ കിടന്ന് കാണിക്കുന്നേ? ഇവൻ്റെ ശബ്ദം മുമ്പ് കേട്ടിട്ടുണ്ട്. അത് താങ്കളുടെ ചാനലിലൂടെയാണെന്ന് തോന്നുന്നു. ഇനി അവൻ 60 വർഷം സ്വപ്നം കാണട്ടെ, എന്നിട്ട് നോക്കാം. അത് ശരിയാ, നമുക്ക് സമയം കൊടുക്കാം. എന്നാൽ എനിക്ക് ബിഗ് ബോസിൻ്റെ അടുത്ത് ഒരു കാര്യം പറയാനുണ്ട്. ഇങ്ങനെയുള്ള കൂറകളെ പോയി തിരക്കിക്കൊണ്ട് വരരുത് കേട്ടാ. ഞങ്ങളും കൂടെ നിങ്ങളെ കൈവയ്ക്കും. അവനടിക്കുന്നതിന് പകരം നിങ്ങളെ ഞങ്ങൾ എടുത്തിട്ട് അറുമായിച്ചങ്ങ് വിടും. ഇമാതിരി കുക്കൂറകളെ കൊണ്ടുവന്ന് ഇനി ബിഗ് ബോസ് കയറ്റിയ അപ്പോഴാണ് ഇരിക്കുന്നത്. ജിൻഡോ നോറ 2022 എടുത്ത ബർത്ത്ഡേ ഫോട്ടോ കണ്ടിരുന്നോ? ഇല്ല. പ്രേക്ഷകർ പറയുന്ന ഇവരുടെ സംഘർഷങ്ങൾ സ്ക്രിപ്റ്റഡ് ആണ് എന്ന്. ആണോ? പരിചയമുണ്ടോ രണ്ടിനും? ആയിരിക്കും. ഇവൻ്റെ വിജയം എന്താ? കാമദേവൻ. ജിനു വെറുപ്പിക്കൽ ആണ്. ജിൻഡോ ഭയങ്കര കള്ളം പറയുന്നു. ജിൻഡോ ഭയങ്കരമായിട്ട് കള്ളം പറയുന്നുണ്ട്. അതിന് സംസാരിക്കാൻ അവസരം കൊടുക്കുന്നില്ല. പിന്നെ മറ്റേ കൊച്ചെന്താ ഓവറായിട്ട് കാണിക്കുന്നത്? പോയി ബാത്റൂമിൽ കിടന്ന് അലറിയാ ഇതൊക്കെ തീർക്കുന്നു. അത്രയ്ക്കൊക്കെ അവിടെ ഉണ്ടോ എന്ന് ചോദിച്ചാൽ ചിലപ്പോൾ കാണുമായിരിക്കും. ഒറ്റ അടിയങ്ങ് വിട്ടിവിടുന്നു. പോട്ടെ, അത് ചെയ്തുകൂടല്ലേ? അങ്ങനെയുണ്ട്. അതിനെന്താ ചെയ്യേണ്ടതെന്നാണ് അവരെ മുമ്പിൽ വെച്ച് തന്നെ കൈ ഇങ്ങോട്ട് പിടിച്ചിട്ട് കയ്യിലോട്ട് ഇടി. ഇത് നിനക്കുള്ളതാണോ എന്നങ്ങ് പറഞ്ഞേക്കണം. എന്നിട്ട് തൊട്ട് കൊടുക്കണം. നമ്മളൊക്കെ പണ്ട് അങ്ങനെയൊക്കെയാണ് ചെയ്യുന്നത്. അതാണ്. അതിനപ്പുറം ബാത്റൂമിലൊക്കെ പോയി കിടന്നു. ജിൻഡോ നമ്പർ 1 ഫേക്ക്. എക്സാക്ട്ലി. അവർ തമ്മിലുള്ള വഴക്ക്, പിന്നെ അവർ തമ്മിലുള്ള സ്നേഹബന്ധം മുമ്പേ ഉണ്ട്. അവർ പറഞ്ഞു വെച്ചിട്ട് ഫേക്കായിട്ടാണ് അടി കൂടുന്നത് എന്ന് പറയുന്നുണ്ടെങ്കിൽ എനിക്കതിനകത്തോട്ട് യോജിപ്പില്ല. ഇതുവരെ എനിക്കങ്ങനെ ഫീൽ ചെയ്തിട്ടില്ല. അത് റിയലായിട്ടേ ഫീൽ ചെയ്തിട്ടുള്ളൂ. മാത്രമല്ല ആ പെങ്കൊച്ചിനെ നന്നായിട്ട് അവൻ ഉപദ്രവിക്കുന്നതായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തത്. അതൊരു ഫേക്കാണോന്ന് ചോദിച്ചാൽ അല്ല. ഈ ബാക്കിയുള്ള പെമ്പിള്ളേരുടെ അടുത്തൊക്കെ കളിക്കാൻ കയറിയ മിക്കവാറും ഈ വാടി കൊണ്ട് നൂരും. അതുകൊണ്ടാണ് ആ പെങ്കൊച്ചിൻ്റെ തലയിലോട്ട് കയറുന്നതെന്നാണ് എനിക്ക് മനസ്സിലായത്. നിങ്ങൾക്ക് ഇനി എന്ത് മനസ്സിലായാൽ ബാക്കിയുള്ളതൊന്നും കണ്ടില്ല. ഇനി 2 ദിവസങ്ങളിൽ സീരിയസ് ആയിട്ട് നോക്കി പറയാം. ഇതുവരെ കണ്ടതിൽ എനിക്ക് അങ്ങനെ തോന്നിയിട്ടില്ല കേട്ടോ. അതെ, പക്ക ബോറിങ് ആണ്. പക്ഷെ ഇന്നത്തെ ഭയങ്കര ബോറിങ് ആയിരുന്നു കേട്ടോ. ഒരു രസം ഉണ്ടായിരുന്നില്ല. ഒരു പന്ന പിന്നെ എന്തിനാണ് എന്തെന്നാ ഒരു പന്ന ഒരു കളിയും അതിന് ചുമന്ന് ചുമ്മാ അത്രയും സമയം വേസ്റ്റാക്കി എന്നതിനപ്പുറം എനിക്ക് ഇഷ്ടപ്പെട്ടില്ല കേട്ടോ. അതാണ് ഇന്നത്തെ എനിക്ക് തീരെ ഇഷ്ടപ്പെട്ടില്ല. അതുകൊണ്ട് അതിനകത്ത് എടുത്തു പറയാനായിട്ട് ഒന്നുമില്ല. ആദ്യം തന്നെ പിന്നെ ഒരു കാര്യത്തിൽ ഓക്കെയാണ്. ഇത്തിരി വെയിലത്തൊക്കെ വന്നിരിക്കുമ്പോഴത്തേക്ക് നമ്മുടെ ജാസ്മിൻ ചേച്ചി ഓടി വരുന്ന കണ്ടപ്പോഴത്തേക്ക് നമ്മുടെ ജിൻഡോ ചേട്ടൻ പറഞ്ഞതാണ് ജാസ്മിൻ വരുന്നത് എനിക്ക് മനസ്സിലാവും എന്തിനാണെന്ന്. അതെനിക്കും മനസ്സിലായി. സ്ക്രീൻ സ്പേസാണ്. നമ്മുടെ ക്യാമറ എങ്ങനെയാണോ അവിടേക്ക് നമ്മൾ. അതുമാത്രമല്ല ഈ ബിഗ് ബോസിൻ്റെ അടുത്തും അല്ലെങ്കിൽ ഇവരെ കാണുന്നവർക്കും മുഖത്തടി പോലെയാണെന്നാണ് അവൾ വിചാരം. ഈ ക്യാമറ ഉണ്ടല്ലോ, നമ്മളിപ്പം ഫുഡ് കഴിക്കുന്നതിൻ്റെ അടുത്തിരിക്കുന്ന ക്യാമറ, അത് അവരെ ഫോക്കസ് ചെയ്യുന്നെന്ന് കാണുമ്പോൾ വാരി അവൻ്റെ വായിക്കകത്ത് അണ്ണാക്കിലോട്ട് വെച്ച് കൊടുക്കുന്നു. ഒന്നും പറയാനില്ല. രാഖി സാവന്ത് മലയാളം ബിഗ് ബോസ് വീട്ടിൽ വന്നാൽ സീസൺ ഹിറ്റാകുമോ? രാഖിയൊക്കെ പാവോടോ. നിങ്ങൾ ഈ കാണുന്ന കണക്കൊന്നുമല്ല. ഈ പുറത്ത് വലിയ ഭയങ്കര സംഭവങ്ങളാണെന്ന് പറയുന്നവർ സത്യത്തിൽ പാവങ്ങളായിരിക്കും. അതേസമയം പുറത്ത് ഭയങ്കര കുലകളായിട്ട് അഭിനയിക്കുന്ന വെറും കൂറകളാണ്. അതിനകത്ത് ചെല്ലുമ്പോൾ അവരുടെ ഒറിജിനൽ സ്വഭാവം വെളിയിലേക്ക് വരുന്നത്. ജിൻഡോയുടെ തലപ്രാന്ത് സ്ട്രാറ്റജി, അവൻ്റെ ഡയലോഗ് കേൾക്കുമ്പോൾ തലപ്രാന്ത് എടുക്കും. ശ്രീകുട്ടി സത്യം എന്തോ എഴുതി വെക്കുന്നേ, സ്വന്തമായിട്ടങ്ങ് എഴുതി വെച്ചിട്ടെങ്കിൽ ഇരുന്നാൽ മതി, എനിക്ക് വായിക്കേണ്ടായോ. അവിടെ ആദ്യം പുറത്ത് വിടേണ്ടത് ഉമ്മച്ചി. അവരെ പുറത്ത് വിടും എന്നുള്ളത് അറിയാവുന്നത് കൊണ്ടാണ് ഇന്ന് ഈ ആഴ്ചത്തെ അവരുടെ ആ ഒരു സാധനം അവർ സ്റ്റോപ്പ് ചെയ്തത്. അതായത് ഈ ആഴ്ച നിങ്ങൾ വോട്ട് ചെയ്യേണ്ടെന്ന്. വോട്ടിംഗ് ഇല്ലല്ലോ. ഉണ്ടോ? വോട്ടിംഗ് ഇല്ലല്ലോ. അതാണ്. ഇനി ലാസ്റ്റ് ഹോപ്പ് വാസ് വൈൽഡ് കാർഡ് റീ എൻട്രി ആണ്. ഞാൻ അതാണ് ചോദിച്ചത്. ഇത് തുടങ്ങിയപ്പോൾ തന്നെ എന്തൊരു ബഹളവും ഊത്താട്ടും ബഹളവും. ആ രതീഷിനെ തിരിച്ചു കൊണ്ടുവന്നെങ്കിൽ കുറച്ചുകൂടെയൊക്കെ നേരം പോയി. പക്ഷെ കള്ളം പറയുന്നതുകൊണ്ട് പറ്റത്തില്ല കേട്ടോ. കള്ളം പറയാതെ അവൻ കളിച്ചിരുന്നെങ്കിൽ അവൻ കൊള്ളായിരുന്നു, നല്ല പ്ലെയർ ആയിരുന്നു. അവനെ ഇനി തിരിച്ചു കൊണ്ടുവരാൻ എന്തെങ്കിലും ഒരു ശ്രമം നടത്തിയാൽ കൊള്ളാമായിരുന്നു എന്നുള്ളതാണ്.
മറ്റേ പെങ്കൊച്ചൊന്ന് കളിക്കാൻ തുടങ്ങിയതായിരുന്നു. ആര്, നമ്മുടെ ഒരു പിന്നെ ഈ റക്സീനയുടെ കൂടെ ഒരു പെൺകുട്ടി വന്നല്ല, ഒത്തിരി വണ്ണമൊക്കെ ഉള്ള ഒരു കുട്ടി, അതിൻ്റെ പേരെന്തുവായിരുന്നു, ഒരു പേര് തന്നെ, നിഷാനത്ത് കളിക്കാൻ തുടങ്ങിയതായിരുന്നു. അപ്പോഴേക്കും അതിനെ പിടിച്ച് പുറത്താക്കി കളഞ്ഞു. ജാസ്മിൻ ഈസ് എക്സാമ്പിൾ. പുറത്തു പാപം, ഉള്ളിൽ പോയപ്പോൾ നാടറിഞ്ഞു. ആ നാട്ടുകാർക്കൊക്കെ അറിയാം, ആർക്കറിഞ്ഞൂടാ. മുല്ലപ്പൂ ചുണ്ട് കാണിച്ച് കോപ്രായങ്ങൾ കാണിക്കാണ്ട ഒറ്റ അടി കൊടുക്കാൻ തോന്നും. എന്തുവല്ല ചൂസ്, അങ്ങനെയൊക്കെ ചെയ്യാൻ പാടുണ്ടോ? സ്നേഹിക്കണ്ടേ നമ്മൾ? ചേച്ചി, നേരത്തെ എനിക്ക് ഇഷ്ടമായിരുന്നില്ല, ഇപ്പോൾ മനസ്സിലായി നിങ്ങൾ നല്ല ഹ്യൂമൻ ആണെന്ന്. ലവ് യു ചേച്ചി. കരയിപ്പിക്കല്ലേടാ. ടിമ്മി വർഗീസ്. അടുത്ത തവണ മാഡത്തിന് ബിഗ് ബോസിൽ ഒരു ചാൻസ് ഉറപ്പ്. ചാത്തമാഷെ, ബിഗ് ബോസിലേക്ക് ഇനി അടുത്ത തവണയെന്നല്ല, നീ ചാകണ സമയമാണെന്ന് പറഞ്ഞാൽ ഒന്നും പറയാനില്ല. ആ ചാത്ത സേവാ കേന്ദ്രത്തിലേക്ക് ഞാൻ പോവില്ല. ശരിയോ? എന്നെ അതിനകത്ത് ആരും പ്രതീക്ഷിക്കുക പോലും വേണ്ട. ഐ ആം നോട്ട് ദാറ്റ് കാറ്റഗറി. സത്യഭാമ, നാഗസേരന്ദ്രി, സുനിത ദേവദാസ്, സുഹാന ബഷീർ, ശ്രേയ അയ്യർ വന്നാൽ സൂപ്പർ ആയിരിക്കുമെന്ന് തോന്നുന്നു. സുഹാന ബഷീർ കൊള്ളായിരിക്കും കേട്ടോ. സുഹാന ബഷീർ വന്നാൽ പൊളിക്കും. അങ്ങനെ ഒരു ചാൻസ് ആ ഡഷ്മൻ കൊടുക്കുമോ എന്ന് എനിക്കറിയത്തില്ല. അവൾ വന്നാൽ അത് പൊളിക്കും, അത് സംബന്ധിച്ചു. സുനിത ദേവദാസ്, ഷീ ഈസ് നോട്ട് എലിജിബിൾ ഫോർ ദാറ്റ്. സത്യഭാമ, അത് കിടുവല്ലേ, ആദ്യത്തെ ആഴ്ച തന്നെ എല്ലാവർക്കും ഭ്രാന്താവും, അവർക്കും ഭ്രാന്താവും. നാഗസൈരന്ദ്രി, വലിയ പെർഫോമൻസ് ഒന്നും എക്സ്പെക്ട് ചെയ്യണ്ട. പിന്നെ ആരാണ്? ശ്രേയ അയ്യർ. അത് കുറച്ച് ജെന്യുവിനായിട്ട് നമുക്ക് കാണാം. അതൊരു പാങ്കൊച്ചാണെന്നാണ് തോന്നുന്നത്. പിന്നെ കുറച്ച് കുലസ്ത്രീ മഹിമ ഉണ്ട് എന്ന് തോന്നുന്നുണ്ട്. ബാക്കിയുള്ളവരെ എനിക്കറിയത്തില്ല. ഓക്കെ ചേച്ചി, ജാമിത ബിഗ് ബോസിൽ പോയാൽ എന്താകും? എന്ത്, അവിടെ ഉള്ളവരൊക്കെ ഖുർആൻ പഠിച്ചു, അത്ര തന്നെ. അവൾ ഖുർആൻ പഠിപ്പിച്ചു കൊടുക്കും. ഹലോ, നമസ്കാരം കൂട്ടുകാരെ. നിങ്ങൾ അറിഞ്ഞോ ഇന്ന് ഇവിടെ സംഭവിച്ചത് എന്താണെന്ന് വെച്ചാൽ, മുറിയന്മാരെ കൊണ്ട് ഈ രാജ്യത്ത് ജീവിക്കാൻ പറ്റാത്തൊരു സാഹചര്യമാണ്. നമുക്കവരെ എല്ലാം തീർക്കണം, കൊല്ലണം, കുല വിളിക്കണം. ഇതായിരിക്കും ഇവിടുത്തെ ഡയലോഗ്. ഈ ഹർഷിത വെറുതെ ഇരിക്കുമല്ല, ആരെങ്കിലും വളവള എന്ന് മെസ്സഞ്ചറിൽ വിധം മാറും. ഷെഫീനയെ കുറെ ആക്ഷേപിച്ചവർ ഇപ്പോൾ ഇത്ത എന്ന് പോലും. എൻ്റെ പൊന്നാളെ, നിനക്ക് എന്തടി മോളെ. കുൾ. ഓക്കെ, ഹായ്, ഐ ആം സോ ഹാപ്പി ടു സീ യു. താങ്ക് യു. പ്ലീസ് ഡോണ്ട് ഡു ടു ബിഗ് ബോസ് ഡിയർ. ഒരിക്കലും ഇല്ല കുട്ടി, ഞാൻ ബിഗ് ബോസിലേക്ക് പോകുന്ന പരിപാടിയല്ല. നോ വേ. ബിഗ് ബോസ് ഒന്നല്ല, നമുക്ക് ഈ ചവറ് സാധനങ്ങളിലൊക്കെ ഒന്നും താല്പര്യമില്ല. നമുക്ക് പറയാം, നമുക്കൊരു ചാനലില്ലേ, നമുക്ക് ഇതിനകത്തിരുന്ന് പറയാം. നമ്മളിപ്പോൾ ഇനി എന്തിനാ അവിടെ ഇവിടെയൊക്കെ പോയിരുന്നോ, ഇതങ്ങോട്ട് കേൾക്കുന്നവർ കേട്ടേച്ചാൽ മതി. അല്ലാതെ നമ്മളിനി ഒരു പ്രതലം ഉണ്ടാക്കി അവിടെ പോയിരുന്നുണ്ട് നമ്മൾ ഭയങ്കര സമയം, അതിൻ്റെ ഒന്നും ആവശ്യമില്ല. അങ്ങനെ ഒന്നിനും നമ്മളെ എക്സ്പെക്ട് ചെയ്യണ്ട, പോവില്ല. ചേച്ചി വലിയ ജുമക്ക ഇടണേ. ശാലിനി ഒരു കാര്യം ചെയ്ത് അഡ്രസ്സ് എഴുതി എടുത്തിട്ട് ഒരു 10-20 ജിമക്ക ഇങ്ങ് വാങ്ങിച്ച് കൊടുത്തു വിടും. ഞാൻ ഡെയിലി ഓരോന്ന് വെച്ചിടാം. ഉള്ള ജിമക്ക ഇട്ട് നിങ്ങൾ കണ്ട് മടുത്തില്ലേ? എന്നാൽ പിന്നെ ജിമിക്കയുടെയും കമ്മലിൻ്റെയും പൊട്ടിൻ്റെയൊക്കെ കാര്യം പറയാം. നമുക്കത് കേട്ടോണ്ടിരിക്കും. എനിക്ക് റോക്കിയെ പറ്റി 2 പറയാനുണ്ട്, ഒന്ന് പറഞ്ഞോട്ടെ. നമ്മൾ പലയിടങ്ങളിൽ ഇപ്പോൾ എനിക്ക് ഒരുപാട് കമൻസ് വരാറുണ്ട്. കമൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, എനിക്ക് ശരിക്കും അങ്ങോട്ട് കലി വന്നൊരു കമൻ്റ് ഉണ്ട്, ഇച്ചി മുള്ളിയൊന്നും. അതൊരു സുഖമായിട്ട് അങ്ങക്ക് തോന്നുന്നേ. ഒരാൾ ഇച്ചി മുള്ളിയ കഥയൊക്കെ അവിടെ അല്ലെങ്കിൽ ഈ രീതിയിൽ പറഞ്ഞ് പ്രചരിപ്പിച്ചവർക്ക് അവരുടെ മാനസികാവസ്ഥ നിങ്ങളൊന്ന് ഓർത്ത് നോക്കിയാണ്. ഇവളുമാർക്ക് ജസ്റ്റ് ഇതിപ്പോൾ എനിക്ക് വന്ന അസുഖം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജന്മനാ ഉള്ള അസുഖമല്ല, വേറെ ഒന്നുമല്ല. എനിക്ക് വന്ന ഒരു ടേം എങ്ങനെയാണെന്ന് നിങ്ങൾക്ക് അറിയാമോ? ആദ്യം തന്നെ ഒരു കാലിന് ചെറിയതായിട്ട് പിന്നെ ചെറിയ രീതിയിൽ ഇത് തോന്നി. പിന്നെ ഈ വിരൽ തൊട്ടണ്ട, ഈ നടുവിരൽ ഇത് തൊട്ട് ഒരു ചെറിയ നമുക്കൊരു വേദന വരികയും പെട്ടെന്ന് വേദനയും മരവിപ്പും വരുന്ന അതുപോലെ തോന്നി. പയ്യെ ഈ കാഴ്ച പോവുകയാണ്, ഇടതുവശത്തെ കാഴ്ച പോകുന്നു. പതിയെ നമ്മുടെ ഒരു ഭാഗം തന്നെ ഇല്ലാണ്ട് നമ്മൾ പെട്ടെന്ന് കിടന്നു പോവുകയാണ്. ഇതൊരു അസുഖമാണ്, ആർക്കും വരാവുന്ന അസുഖം. ഞാൻ നേരെന്ന സിനിമ കണ്ടപ്പോൾ ആ പെൺകുട്ടി നല്ല കാഴ്ചയുള്ള കുട്ടിയാണ്, പെട്ടെന്ന് അതിൻ്റെ കാഴ്ച അങ്ങ് നഷ്ടപ്പെട്ടു. വിഷം നഷ്ടപ്പെടുക എന്ന് പറയുന്നത് ഇത് വരാൻ ചാൻസ് എത്രത്തോളം നമുക്ക് എല്ലാവർക്കും ഉള്ളൊരു രോഗമാണ് ആർത്രൈറ്റിസ്. അതിൻ്റെ വിവിധ ഫോമുണ്ട്. അതിൽ ചില ഫോമുകൾ നമുക്ക് റിക്കവറി ഉണ്ടാക്കും, അല്ലാത്തവർക്ക് ഇതുപോലെ വരും, ചാൻസസ് ആർ ദെയർ. ഇവക്കൊക്കെ വന്നാലത്തെ അവസ്ഥ ആലോചിച്ച് നോക്കിയാണ്. ഇതൊക്കെയാണോ പറയുന്നത്? ഇതിനെയൊക്കെയാണ് കളിയാക്കുന്നത്? ചട്ടുകാലി. എനിക്കൊക്കെ നോവയാണെങ്കിൽ നൊന്താ നമ്മൾ ജയിച്ച്, എനിക്ക് നൊന്താ അവർ ജയിച്ച്. നന്നായി അധ്വാനിച്ച് ജോലി എടുത്ത് ജീവിക്കാനാണ് പറയുന്നത്. ജോലി എടുത്ത് ജീവിക്കാൻ, കണ്ടവൻ്റെയും കണ്ടവളുടെയും കെട്ടിയവനെ അടിച്ചു മാറ്റിക്കൊണ്ടൊന്നും ഉണ്ടാക്കാതെ സ്വസ്ഥമായി ജോലി എടുത്ത് ജീവിക്കുക. കൊച്ചുങ്ങളുണ്ടെങ്കിൽ അതുങ്ങളെ പോറ്റാൻ വഴി കണ്ടെത്തുക. ഇത് പറയുമ്പോഴും
കട്ടും മോട്ടിച്ചും കൊച്ചുങ്ങളെ വളർത്തുന്നതിലും ഭേദം അതുങ്ങൾ വിഷം കൊടുത്ത് കൊല്ലുന്നതാണെന്ന് പറയുമ്പോഴും എൻ്റെ കണ്ണും നിറയാനും അല്ലെങ്കിൽ എൻ്റെ കുഞ്ഞുങ്ങളെ കൊല്ലാനും എനിക്ക് ചുറ്റും കടന്ന് എൻ്റെ ചട്ടുകാലിൻ്റെ കാര്യം ഞാൻ മൂത്രം ഒഴിച്ച കഥയും പറയുന്നതല്ല മിടുക്ക്. ആദ്യം അവനവൻ്റെ പ്രശ്നങ്ങൾ സോൾവ് ചെയ്യാൻ നോക്ക്. ജാമ്യം എടുത്താ അതറിയട്ട്. ജാമ്യം എടുത്താ ഇല്ലെങ്കിൽ ഞാൻ ഒരെണ്ണം കൂടെ കൊടുത്തിട്ടുണ്ട്, വല്ല മുറി ഒരെണ്ണം. അതിനും ജാമ്യം എടുക്കാൻ ആളെ വെച്ചോ കേട്ടോ. 2 പേര് വേണേ. ജാമ്യം കിട്ടുമെന്ന് എനിക്കറിയത്തില്ല. എന്തായാലും റിമാൻഡിലാക്കാനുള്ള പരിപാടി ഏൽപ്പിച്ചിട്ടുണ്ട്. ഞാൻ അവിടെ പോയി അങ്ങേരെ പള്ളയെ കയറി കുത്ത്, അപ്പോൾ അത് കൂടുതലാവും. അപ്പുറത്ത് കേടി ലിസ്റ്റ്, ഇപ്പുറത്തും കേടി ലിസ്റ്റ്. ഒരു പൊട്ടിക്കങ്ങ് അയ്യോ എന്തുവാ അങ്ങ് തകർക്കുവാ കിടന്നിട്ട്. ചാമാനം പൊങ്ങാത്ത ഒരുത്തനെയും വെച്ചിട്ടാണ് ഈ കേമത്തരം അത്രയും. എൻ്റെ സ്ത്രീ തോണന്നു യോ 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 അല്ല തെരിത്താത്ത എന്ന് പറഞ്ഞു അവന്മാർ പറയട്ടെന്ന് എന്ന് പറഞ്ഞ് വ്ളോഗ് ചെയ്തു. നാം പണം ഉണ്ടാക്കുന്നു. ചാരാതികളുടെ സ്വന്തം കഥയിൽ പറഞ്ഞാൽ നാരങ്ങ മിഠായി പോലും കിട്ടില്ല. സത്യം. സപ്പോസ് നിങ്ങൾ ബിഗ് ബോസ് മത്സരാർത്ഥിയെ തനൂജയോടൊപ്പം പ്രവേശിക്കുകയാണെങ്കിൽ നിങ്ങൾ 2 പേരും ഫ്രണ്ട്ഷിപ്പ് സ്ട്രാറ്റജി കളിക്കുമോ? ചേച്ചി പറഞ്ഞത് ഒന്നും ഇതുവരെ തെറ്റിയിട്ടില്ല. മുല്ലപ്പൂ സത്യഭാമ ഓക്കെ എക്സ്പോസ് ആയപ്പോൾ ആ തനൂജയും ആവണം. അവൾക്ക് ജയ് വിളിക്കാൻ കുറേയെണ്ണം ഇവിടെയുണ്ട്. അതും കയറിപ്പോയിട്ട് ക്ഷമ നഷ്ടപ്പെടുന്ന നിമിഷങ്ങൾ എല്ലാവർക്കും ഉണ്ട്. അത്രമാത്രം. എന്നാൽ പ്രകോപനം കൂടാതെ ശാരീരിക അതിക്രമം ന്യായീകരിക്കാവുന്നതല്ല. നമുക്ക് ഈ ചവറ് സാധനങ്ങളോട് താല്പര്യമില്ല. എന്നാൽ നമ്മൾ ഈ ചവറ് സാധനത്തിൻ്റെ റിവ്യൂ ഇടും കേട്ടോ. ഇതുവരെ തെറ്റിയിട്ടില്ല അവിടത്. എന്നാലും അവിടെ പോയി സഹിക്കാൻ വയ്യാതെ ഞാൻ കമൻ്റ് ഇട്ടു. കറിയണുണ്ട് എന്തിനാ ഇപ്പോൾ അവിടെയൊക്കെ പോയി പൊന്നുകുട്ടാസോ കമൻ്റ് ഇടാൻ തീർന്നു. ഇനി രാത്രി നമ്മൾ ഇരുട്ടത്തിരുന്ന് സംസാരിക്കും. ഷെഫീന ഹായ്. ഹെയിൽ ടാക്സി ഡ്രൈവേഴ്സിൻ്റെ കോൾ റെക്കോർഡ് എന്തുകൊണ്ട് പുറത്തുവിടുന്നില്ല? ലൈലയുടെ മജുനുവിൻ്റെ കഥ അറിയാതെ നാട്ടുകാർ. ഷെഫീന ഹായ്. ഇതൊക്കെ ആർക്കും വരാം. ഇത് മനസ്സിലാക്കാൻ മനുഷ്യത്വം വേണം. ഇതൊക്കെ ആർക്കും വരാം. അത് മനസ്സിലാക്കാൻ മനുഷ്യത്വം വേണം. ഓക്കെ എന്നെ കിട്ടുന്നുണ്ടോ കുട്ടികളെ? യു ക്യാൻ സി. ജയ് ഹോ മോനെ. ഇരുട്ടായിടാ. എന്തും ചെയ്യാം. അന്തം വിട്ട പ്രതികളാണ്. ഒന്നും കാണാൻ വയ്യ. ഞാൻ ഇരുട്ടത്തിരുന്ന് വർത്താനം പറയുകയാണ്. ഇതൊരു വെറൈറ്റി ലൈവാണ്. മമ്മിക്ക് ലൈറ്റ് വന്നു. നിങ്ങളെ കാണുന്നില്ല. ഞാൻ ഇരുട്ടത്തായി പോയിടെ. കറണ്ട് പോയി. ഞാൻ തോന്നി ഇത് പോയിമെന്ന് നിൽക്കൊണ്ടല്ലേ ഞാൻ വരാത്ത. കടൽക്കൂട്ടം എത്താത്തതിൽ ആശ്വാസമുണ്ട്. കമൻറ്റുകൾ വായിക്കാൻ കഴിയുന്നു. താങ്ക് യു ചേച്ചി. അനുഭവം പറഞ്ഞപ്പോൾ സങ്കടം തോന്നിയില്ല. കാരണം നിങ്ങളൊരു സ്ട്രോങ് ലേഡിയാണ്. ഓഫ് കോഴ്സ്. നമുക്കേ ഈ പ്രത്യേകതരം അസുഖം എല്ലാവർക്കും വരാൻ ചാൻസ് ഉള്ളൊരു അസുഖമാണ്. അതൊരു പുതിയ കണ്ടുപിടുത്തമൊന്നുമല്ല. ഇപ്പം അതിനെ വെച്ചിട്ട് കളിയാക്കുന്നത് എത്രത്തോളം തലയ്ക്ക് സ്ഥിരത ഇല്ലായ്മ കൊണ്ടാണ് എന്നോർക്കണം. ഈ പറയുന്ന എല്ലാത്തിനും അത്യാവശ്യത്തിൽ കൂടുതൽ ഇതുണ്ട്. എന്നാലും പിന്നെ ഇരുന്നു കൊണ്ട് ഹണ ഇതെല്ലാം വേറെ ഒന്നും പറയാനുമില്ല. മോനെ ചായ ഇട്ടേരുമോ? പത്തറിയേക്കാം കേട്ട്. മോനെ ഒരു ചായ ഇട്ട് തരുമോ? പുരോഗമനവാദിയായ ഒരു അമ്മ നിന്നോട് ചോദിക്കുകയാണ്, ഒരു ചായ ഇട്ട് തരുമോ? അവളുടെ സംസാരമൊക്കെ ഇപ്പോൾ വലിയ നന്മമരമായിട്ടാണ്. അവളെ അറിയാത്തവർ ഇതൊക്കെ കേട്ടു നിൽക്കും. ബിന്ദു ജാഫർ ചേച്ചി കേസ് അപ്ഡേറ്റ് എന്തായി? ഒരെണ്ണത്തിൻ്റെ കാര്യത്തിൽ എല്ലാ ഡോക്യുമെൻറ്റും കൊടുത്ത് സാക്ഷികളും ഇപ്പോൾ എല്ലാം നമ്മൾ സമർപ്പിച്ചിട്ടുണ്ട്. അത് ഒരു സൈഡിലേക്കായി. ഈ സാധനത്തിൽ അവരെന്തോ കളി കളിക്കുന്നുണ്ടെന്നാണ് എനിക്ക് തോന്നിയത്. ഇന്നലെ പോയപ്പം ഉച്ച ലേറ്റ് നൈറ്റ് ആയിപ്പോയി. ഇനി കമ്മിങ് ഡേയ്സിൽ മേ ബി നെക്സ്റ്റ് മന്ത് ഫസ്റ്റ് വീക്കിലൊരു പോക്കുണ്ടല്ലോ, ആ സമയത്ത് ഒന്നും കൂടെ കയറി അന്വേഷിച്ചിട്ട് എന്താ ഏതാന്നുള്ളതിൻ്റെ അപ്ഡേഷൻ ഞാൻ നിങ്ങൾക്ക് തരാം കേട്ടോ. എൻ്റെ നിങ്ങളുടെ കാഴ്ച പോയതല്ല, അവിടുത്തെ കറണ്ട് പോയത് കാഴ്ച പോയത്. എടാ രമേശ, നീ എന്തെന്ന് പറഞ്ഞാൽ കുൽസിക നടത്തുന്നത്? എനിക്ക് ഇഷ്ടമുള്ള പറയാനുണ്ട് ചാനൽ. ഏത് നേരം നിന്നെ ഇവരൊക്കെ കമൻറ്റിൽ മാത്രം വരുന്നു, എന്തുകൊണ്ട് നേരിട്ട് വരുന്നില്ല? അതാണ് എനിക്ക് ചോദിക്കാനുള്ളത്. പടച്ചോനേ, മുഹമ്മദിന് ദേഷ്യം വന്നാൽ മിക്കവാറും നിന്നെയൊക്കെ എടുത്തിട്ട് ഉടുക്കും കേട്ടാ. മുഹമ്മദിൻ്റെ അടുത്ത് നിങ്ങൾ കളിക്കാൻ നിൽക്കണ്ട. മുഹമ്മദ് നമ്മുടെ കോർ ലെവൽ ഫാനാണ്, അല്ലേ മുഹമ്മദേ? ചേച്ചി, അവളുടെ വീഡിയോ കാണുന്നത് കല്യാണം. പക്ഷേ ഈ കല്യാണ വേഷത്തിൽ ഇരുന്ന് കാണിച്ചു കൊടുക്കുന്നുണ്ടപ്പോൾ അറപ്പാണ് തോന്നിയത്.
അതോ ഓക്കെ. ചേച്ചി ആദ്യമായാണ് ഇത്രയും ചിരിച്ചു കണ്ടത്. മുഹമ്മദ് നിന്റെ എമ്മുവിൽ ഞാൻ വരണോടാ. എൻ്റെ പൊന്നാത നമ്മുടെ സുഹൃത്താണ് അർഷിത. ജന്തുവായത്. ഷെഫീന ഇപ്പോഴും ചതിച്ച മുൻ സ്നേഹിതരെ ഇപ്പോഴും പൂർണ്ണമായി തള്ളി പറയുന്നില്ല. അതുകൊണ്ടാണ് ഇവളൊക്കെ തോളയിൽ കയറുന്നത്. വീട്ടിൽ കയറ്റാൻ പാടില്ലാത്തതിന് വീട്ടിൽ കയറ്റി ചാപ്പാട് കൊടുത്തു, പണി വാങ്ങി. ഞാൻ പറഞ്ഞോട്ട് വന്നത് മറന്നുപോയി. സത്യമായിട്ട് ഞാൻ എന്തരാ പറഞ്ഞോണ്ട് വന്നത് അങ്ങ് മറന്നുപോയി. എന്തുവായിരുന്നു? ശ്രീതു ആണോ ജാസ്മിൻ ആണോ കൂടുതൽ സുന്ദരി? ജാസ്മിനാണ്. ശ്രീതുവിൻ്റെ രണ്ടുപേരും സുന്ദരികളാണ്, പക്ഷെ ജാസ്മിനാണ് സുന്ദരി. ഒരു എന്താ പറയുക, ചപ്പി ബബ്ലിയാണ് അവൾ. കാണാനൊരു ബബ്ലി കുട്ടിയാണ്, സുന്ദരിയാണ്, അതിൽ തർക്കിക്കണ്ട. അയ്യോ, ജാസ്മിൻ കാണാൻ വിടുവാണ്. അതിനേക്കാൾ നല്ല ഭംഗിയുണ്ട് നോറ. രണ്ട് സുന്ദരികളാണ്, സംശയിക്കേണ്ട. കളറില്ല കേട്ടോ, കളർ നിങ്ങൾ കാണുന്ന ആ കളറൊക്കെ ഒന്നുമില്ല. കളറിൽ സത്യം കോംപ്ലിക്കേഷൻ ഉണ്ട്. ആടുജീവിതം 13 വർഷത്തെ പ്രയണം. ആടുജീവിതം 13 വർഷത്തെ പ്രയത്നം സമൂഹം മാനിക്കും. ഇതിന് അവാർഡ് കിട്ടിയാൽ ഒരു മലയാളി എന്ന രീതി എല്ലാവർക്കും അഭിമാനമാണ്. പക്ഷേ ഓഡിയോ ലോഞ്ച് മുതൽ ദിവസേന നടക്കുന്ന പ്രമോഷൻ പരിപാടിയിൽ പല വ്യക്തികളും പങ്കെടുത്തെങ്കിലും ഒരിക്കൽ പോലും കോവിഡ് സമയത്ത് ജോർദാനിൽ അകപ്പെട്ടു പോയ ആടുജീവിതം ടീമിനെ ഭാരതത്തിൽ തിരികെ എത്തിക്കാൻ വേണ്ടി ഒരുപാട് ശ്രമിച്ച ഒരു വ്യക്തിയുണ്ട്. അദ്ദേഹത്തെ ഒരു വേദിയിലും താങ്കളോ താങ്കളുടെ ടീമിലുള്ളവരോ പരാമർശിച്ച് കണ്ടില്ല. ആ മനുഷ്യൻ്റെ പേര് സുരേഷ് ഗോപി എന്നാണ്. വിജയങ്ങളും പുരസ്കാരങ്ങളും തേടി വരും, പക്ഷെ അന്തസ്സുള്ള ഏതൊരു വ്യക്തിയുടെയും മനസ്സിലുണ്ടാകേണ്ട ഒരു വാക്കുണ്ട്, ഒരു വികാരമുണ്ട്. അതിൻ്റെ പേരാണ് നന്ദി. 3 അടി 2 ഇഞ്ചിൽ ഒരു കല്യാണ വീഡിയോ കണ്ടു. മുല്ലപ്പൂ, പൊട്ട്, ലിപ്സ്റ്റിക്ക്, ഒരു പേഴ്സും കൂടെ ഉണ്ടെങ്കിൽ ബസ് സ്റ്റാൻഡിൽ കൊണ്ടുപോയി നിർത്താം. പക്ഷെ കയ്യിലിരിപ്പ്. നിങ്ങളുടെ ഫേവററ്റ് ബിഗ് ബോസ് റിവ്യൂവർ ആരാണ്? കണ്ണൻ. നാളെ ചേച്ചിയുടെ ഹസ്ബൻഡ് വരുമല്ലേ? ഇല്ലടാ, ഞാനും അങ്ങേരും തമ്മിൽ അടിച്ച് പിരിഞ്ഞ് ഞങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഡിവോഴ്സ് കൊടുത്ത് ഞങ്ങൾ തെറ്റി. ചാപ്പാട് കൊടുത്താലും വസ്ത്രം കൊടുത്താലും ഓർത്തോ, അവർ തിന്നേച്ച് നിങ്ങളുടെ മാനം കവരും, അത്രേ ഉള്ളൂ. എൻ്റെ മാനം അവർ കവർന്നാൽ പോകൂല ഹർഷി. ന്യൂ ഇയർ സീക്രട്ട് അണ്ണൻ ബി കയറണം. അവൻ്റെ മുഖം മൂടി കൂടെ എക്സ്പോസ് ചെയ്യണം, ലൈക്ക് മുല്ലപ്പൂ. അയ്യേ, ഇനി എന്തോന്ന് എക്സ്പോസ് ചെയ്യാകുമ്പോൾ മൊത്തം എക്സ്പോസ്ഡ് അല്ലേ? ഇനി അവൻ എന്തോന്ന് എക്സ്പോസ് ആവും? അതിനകത്ത് അവൻ കിടന്നിട്ട് അവസ്ഥ കാക്കത്തമ്പുരാൻ. നാളെ ഒരു കളി പ്രതീക്ഷിക്കാം അല്ലേ? ജാസ്മിൻ കയ്യിലിരിപ്പ് കാരണം ഇഷ്ടം പോയി. അതൊരു ന്യായം. ഞാൻ പറയാൻ ഉദ്ദേശിച്ചതേ, ഇവരൊക്കെ തന്നെ അൻസിബായ താത്താന്ന് വിളിക്കുന്നുണ്ട്, മറ്റവരെല്ലാം ചേച്ചിന്ന് വിളിക്കുന്നുണ്ട്, ഇവള് കാക്ക കാക്കാന്ന് എല്ലാവരെയും വിളിക്കുന്നുണ്ട്, ചേച്ചിന്ന് ഇവരെയും വിളിക്കുന്നുണ്ട്. ഇതൊക്കെ എന്തരടേ ഇത്? അന്തരാണ് അന്തം. ബിഗ് ബോസിനെ പറ്റി മിണ്ടരുത്. എത്തിയാ നായ്ക്കൂട്ടം. ജാൻമണിയാണോ നാദിറയാണോ ഗുഡ് പ്ലെയർ? നാദിറ. ഷെഫീന പറഞ്ഞാൽ സ്ത്രീധനം പോകും പെങ്ങന്മാർക്ക് വേണ്ടി. സ്ത്രീത്വം പോകും പെങ്ങന്മാർക്ക് വേണ്ടി. കരഞ്ഞവർ, എനിക്ക് വയ്യത് വായിക്കാം, പോയാണ്. കരഞ്ഞവർ ഇന്ന് പെങ്ങളെ തമ്മനയിൽ ഇട്ട് വെർബൽ റേപ്പ് ചെയ്യുന്ന ഓക്കെ ജട്ടി ജിനു അല്ലേ? അവൻ്റെ പെങ്ങളെന്ന് പറയാൻ അഭിമാനബോധമുണ്ടായിരുന്ന പെങ്ങൾക്ക് അത് അർഹിക്കുന്ന സാധനമല്ലേ അവൻ കൊടുക്കുന്നത്. അതിലിപ്പോൾ എന്താ തെറ്റിരിക്കുന്നത്? നല്ല കാര്യമല്ലേ കൊടുക്കുന്നത്, കൊടുക്കട്ടെന്ന്. ഗബ്രിയാണോ അർജുനാണോ സുന്ദരം? ഗബ്രി. ജാസ്മിൻ വെറുത്തുപോയി ചേച്ചി. ഇത് സാരല്ലെന്നേ, കളയടെ, പോട്ട്, ക്ഷമിക്ക് ചേച്ചി. ഏജ് എത്രയാ? 18.5. പോരെ? വേറെന്താ വേണ്ടേ? കഴിഞ്ഞ തീർന്ന? റോക്കി വയ്യ അതിനകത്ത് കയറ്റണമോ വേണ്ടയോ എന്നുള്ളതിൻ്റെ വിവരം നിങ്ങൾ കമൻറ്റ് ബോക്സിൽ എഴുതിയേക്കുക കേട്ടോ. ഞാൻ നിങ്ങളോട് സംസാരിച്ചാൽ ഇന്നും മുഴുക്കെ ഇവിടെ ഇരിക്കേണ്ടി വരും. നിങ്ങളെന്നെ വിട്ടുപിടിക്കത്തില്ല, നിങ്ങളെന്നെ പറയാനും അനുവദിക്കത്തില്ല. അതുകൊണ്ട് തന്നെ എനിക്ക് പറയാനുള്ള ഒറ്റ കാര്യമേ ഉള്ളൂ, റോക്കി വയ്യ അതിനകത്തേക്ക് തിരിച്ചു പോകണമോ വേണ്ടയോ എന്നുള്ള നിങ്ങളുടെ അഭിപ്രായം അവിടെ രേഖപ്പെടുത്തുക. എൻ്റെ അഭിപ്രായം നോ മീൻസ് നോ. റോബിൻ ഓർ അഖിൽ മാരർ? ഓഫ് കോഴ്സ് റോബിൻ. ലിപ് ലോക്ക് വരെ എത്തി.
അങ്ങനെ ഒരു സംഭവം ഉണ്ടായ ഞാനൊന്നും കണ്ടില്ല. അതൊക്കെ എന്തിനാ വെറുതെ കള്ളം പറയുന്നത്? ലിപ് ലോക്കിലൊന്നും എത്തിയിട്ടില്ല, ചുമ്മാ ഇരിക്കേ. ചേച്ചിക്ക് വൈൽഡ് കാർഡായിട്ട് പോകണ്ട. അയ്യോ എൻ്റെ പൊന്നപ്പി, നമുക്ക് അതിനകത്തൊന്നും പോകണ്ട. നമുക്ക് അല്ലാതെ തന്നെ ജീവിക്കാൻ പറ്റുന്നില്ല. അപ്പോഴാണ് ഇനിയിപ്പോൾ അതിനകത്തോട്ട് തള്ളി പിടിച്ചുകൊണ്ട് ചെന്ന് കയറട്ടെ. അതിൻ്റെ ഒന്നും ആവശ്യമില്ല. ഇവനെ സത്യത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ നിന്ന് ഇറക്കി വിടുക മാത്രമല്ല, എന്തുകൊണ്ട് ഇറക്കി വിട്ടു എന്നുള്ളൊരു ടേം പറഞ്ഞു കൊടുക്കേണ്ട കാര്യമുണ്ടായിരുന്നു. അതൊന്നും പറയാതെ ഇറക്കി വിട്ടതിൻ്റെ ആഫ്റ്റർ എഫക്റ്റാണ് ഇവ ഇപ്പോഴും വീഡിയോ ഒക്കെ ചെയ്തിട്ട് എന്ന് പറഞ്ഞുകൊണ്ട് നടക്കുന്നത്. മൂക്കള ചായയൊന്നും ഞാൻ കണ്ടില്ല. അത് ഞാൻ അവൻ്റെ ഇത് നോക്കിയില്ല. കണ്ണൻ്റെ എന്താ പറയുന്നത്, കണ്ണനാണ് സാധാരണ കണ്ണൻ്റെ റിവ്യൂ ഞാൻ ലാസ്റ്റ് നോക്കിയിട്ടാണ് സാധാരണ ഈ റിവ്യൂ ഇടാൻ വരാറ്. അപ്പം ഞാൻ ഇന്നത് നോക്കിയില്ല, അതുകൊണ്ട് എനിക്കറിയത്തില്ല. പേളി ഓർ ജാസ്മിൻ എന്തുവാടെ, ആരോടെ മാച്ച് ചെയ്യുന്നത്? പേളി എന്തുവാ, അതൊരു ജമ്മാണ്. ഈദിലെ പന്നിത്തീട്ടാ എന്തുവാ? റോബിനാണോ അഖിലാണോ സുന്ദരൻ? സുന്ദരൻ റോബിൻ. റോക്കി വേണം ബിഗ് ബോസിൽ, കാരണം ജാസ്മിന് അയാളെ പേടിയുള്ളൂ അതുകൊണ്ട്. ഒരിക്കലുമല്ല, ഒരിക്കലുമല്ല. ഇതൊക്കെ നിങ്ങളുടെ അടുത്ത് ആരാ പറയണേ അങ്ങനെയാണെന്ന്? ഒക്കെ വെറുതെ പറയണതാ, അങ്ങനെയൊന്നുമല്ല. ഏതായാലും ഈ കാര്യത്തിൽ ഞാനൊരു വെളിപ്പെടുത്തൽ നടത്തിയ സമയത്തെ നിങ്ങളാരും വിശ്വസിക്കാൻ തയ്യാറല്ലായിരുന്നല്ല. നിങ്ങൾ വിശ്വസിക്കാൻ തയ്യാറാകാത്തത് കൊണ്ടാണല്ലോ ഇപ്പം അവർ തന്നെ അവർക്കിടയിൽ നിന്ന് തന്നെ ആൾക്കാർ വന്നിട്ട് അത് കൃത്യമായിട്ട് പറഞ്ഞു തന്നിട്ടുള്ളത്. ഇനിയെങ്കിലും നിങ്ങളൊന്ന് വിശ്വസിക്കാൻ തയ്യാറാവൂ കുട്ടികളെ എന്ന് മാത്രമേ എനിക്ക് പറയാനുള്ളൂ. പ്ലീസ് കോണ്ടാക്ട് മീ. സൗകര്യമില്ല. ചേച്ചി മാറ്റി പറയല്ലേ, ഇന്നലെ 19 ആരായിരുന്നു? ഇന്നിപ്പോൾ 1 വയസ്സ് കുറഞ്ഞടേ. നമ്മൾ ഓരോ ദിവസം 1 വയസ്സ് കുറയും കേട്ടോ. ചേച്ചി ആണ് ജം. എനിക്കത് ഇഷ്ടപ്പെട്ട് കേട്ടാ. കുറച്ചുകൂടെ പുകഴ്ത്ത് തന്നെ, പിന്നെ കുറച്ചുകൂടെ പുകഴ്ത്ത്. ജാസ്മിനാവട്ടെ, ഗബ്രിയാണോ അർജുനാണോ? ഷെഫീന പറഞ്ഞാൽ സ്ത്രീത്വം പോകും. പെങ്ങന്മാർക്ക് വേണ്ടി കാരണം ഇന്ന് പെങ്ങളെ തമ്മനയിലിട്ട് വെറുതെ റിവ്യൂ ഞാൻ വായിച്ചല്ല. നീ പോയാണ് എന്തു എഴുതി വയ്ക്കുന്നത്? ബിഗ് ബോസിൽ കയറാൻ ആഗ്രഹമുണ്ടോ? ഇല്ല. സുക്രു ഇയർ ചേച്ചി ആണ് ജം. അങ്ങനെ ഒരു താല്പര്യമില്ല. ഇനി അതിനകത്ത് ഐ വിൽ മേക്ക് യു വാക്ക്. ഇനി നമ്മുടെ ഒരു സംഗതിയുണ്ട്. അതായത് അവർ രണ്ടുപേരും ഉണ്ടായിരുന്നോ, മറ്റേ ശ്രീരേഖയും ഇതും അത്യാവശ്യം കുണ്ടണിയും കുടിമണിയും പറഞ്ഞത്. ആ പെങ്കൊച്ച് സോഫയുടെ മേളിൽ കയറിയെന്ന് ഒരു പരാതി പറയണ കണ്ടായിരുന്നു. എനിക്ക് പക്ഷേ അത് സങ്കടം തോന്നി. ആ കൊച്ചിന് എത്താത്തത് കൊണ്ടല്ലേ എൻ്റെ മേളിൽ കയറിയത്. അല്ലെങ്കിൽ അവന് എത്തണ്ടേ? വിശ്വസിച്ച് വേണമെങ്കിൽ 1 മണിക്കൂർ മുന്നേ വിശ്വസിക്കണോ? വേണമെങ്കിൽ വിശ്വസിച്ചാൽ നിർബന്ധമൊന്നുമില്ല. ചേച്ചി ഡോക്ടർ അഭിരാമി കേസ് വീഡിയോ ഇടാമായിരുന്നില്ലേ? ചെയ്യാം. ഷെഫീന ബി കേരളത്തിൽ തലൈവി, യൂട്യൂബിൽ ഏകതാരറാണി. എന്തുവാ നിന്നെ കളഞ്ഞതാണല്ലോ, നീ വീണ്ടും വന്നാ? റോക്കിയെ വീണ്ടും കൊണ്ടുവരണം. എന്തിനേ? അങ്ങനെയൊന്നും പറയല്ലേ കുട്ടി. അതൊന്നും കൊണ്ട് റോക്കി ശരിയാവത്തില്ല. റോക്കിക്ക് സംസാരിക്കാനും പ്രവർത്തിക്കാനും അറിയത്തില്ലെന്ന് അയാൾ ഒരു ജെന്യുവനായിട്ടും എനിക്ക് ഫീൽ ചെയ്തില്ല. ചില കാര്യങ്ങൾ ഔട്ട് സ്പോക്കൺ ആണ്, അത്രയേ ഉള്ളൂ. അതിനപ്പുറം അയാൾക്ക് ഒരു ക്വാളിറ്റികളായിട്ട് എനിക്ക് തോന്നുന്നില്ല. എൻ്റെ അഭിപ്രായമാണ് ഞാൻ പറഞ്ഞത്. റോക്കി തിരിച്ചു വരരുതെന്നുള്ളതാണ് എൻ്റെ പേഴ്സണൽ അഭിപ്രായം. ഒരു കാരണവശാലും റോക്കിയെ അതിനകത്തേക്ക് എടുക്കരുത്. കാരണം അവന് വ്യക്തിത്വമില്ല. അടിച്ചാൽ തന്നെ അത് എന്തുവാ അത്? നിങ്ങൾക്കത് മനസ്സിലാവുന്നില്ല, അതിൻ്റെ സീരിയസ്നെസ് മനസ്സിലാവുന്നില്ല. അവൻ അവിടെ ഉണ്ടെങ്കിൽ ബാക്കിയുള്ളവർ അവിടെ നിൽക്കില്ല. എന്തിൻ്റെ അടിസ്ഥാനത്തിലാണെങ്കിലും അവിടെ നിൽക്കാൻ പറ്റത്തില്ല, സേഫ് അല്ല. ഇപ്പം തന്നെ നിങ്ങൾ നോക്കുക, ജിൻഡോ അടുത്ത് വരുമ്പോൾ തന്നെ പെൺകുട്ടികളെല്ലാം പേടിച്ച് മാറി നിൽക്കുന്നത്. അതൊരു ചെറിയ ഇതല്ല. പണ്ടത്തെ കാലഘട്ടത്തിൽ ഈ നമ്മുടെ പിണറായി വിജയനൊക്കെ എന്തോരം ഇടി കൊണ്ടിട്ടുന്നുണ്ടോ പോലീസിൻ്റെ? എന്തെല്ലാം ഇടി കൊണ്ടിട്ടുള്ള മനുഷ്യരാണ് അവരൊക്കെ. പച്ചയായിട്ട് ജീവിക്കുന്ന ഈ വയസ്സായിട്ട് ഒരു കുഴപ്പമില്ലാതെ നടക്കുന്നുണ്ട്, കുത്തരി ചോറ് പോലെ നടക്കുന്നത് കണ്ട. ഇന്നത്തെ കാലഘട്ടത്തിലുള്ള പിള്ളേർ ബ്രോയിലർ ചിക്കൻസാണ്. ചുമ്മാ തട്ടിയാലേ വീണൊടിഞ്ഞു പോകും. ഏറ്റവും ബലമുള്ള ഭാഗമാണ് ഈ താടിയല്. അത് പൊട്ടിപ്പോകുന്ന രീതിയായി ഇടിച്ചെങ്കിൽ എന്തുമാത്രം വൃത്തികെട്ടവനാണെന്ന് ആലോചിക്കണം. ശ്രീരേഖയ്ക്ക് ഒരു കുലസ്ത്രീയാണ്. ശ്രീരേഖ ഒരു കുലസ്ത്രീയാണ്, ഒരു വികാര ജീവിയാണ് കുട്ടി. വേണ്ട. ചേച്ചി മന്ത്ലി ഓൺസ് ക്ലബ് ഹൗസിൽ വരണം. വി മിസ് യു. ഞാൻ ക്ലബ് ഹൗസ് ഡീആക്ടിവേറ്റ് ചെയ്തു. അതിൻ്റെ മെയിൻ റീസൺ എന്ന് പറഞ്ഞാൽ എൻ്റെ നമ്പറിൽ നിന്നുള്ള ആ ID പോയപ്പോൾ പിന്നെ എനിക്ക് അതിനകത്തോട്ട് വലിയ താല്പര്യം. പിന്നെ ഞാൻ കുറേ നാളങ്ങനെ ഓക്കെ എന്ന് പറഞ്ഞാൽ അങ്ങനെ വെച്ച് തള്ളി കൊണ്ടുവന്നതാണ്. ഇപ്പോൾ എനിക്ക് താല്പര്യമില്ല. അതാണ് വാസ്തവം. താല്പര്യമില്ല. ഒന്നാമതിപ്പോൾ അങ്ങനത്തെ ഒരു മീഡിയത്തിലും പോകാൻ താല്പര്യമില്ല. കുറച്ച് ദിവസം കഴിയുമ്പോൾ ഞാൻ യൂട്യൂബ് നിർത്തിയാലോ എന്നാലോചിക്കും. യൂട്യൂബ് എന്നെ സ്റ്റോപ്പ് ചെയ്തിട്ട് എവിടെയെങ്കിലും പോയാലോ എന്നാലോചിക്കുന്നുണ്ട്. മലയാളികളെ വിസ്മയിപ്പിച്ച ലോക സുന്ദരി ഷെഫീന ബീബി ഇനി ഇനാഗുറേഷൻ
നിങ്ങളെ തേടി വരട്ടെ, നിങ്ങൾ ഇന്ത്യ ഭരിക്കും. ഈയടാ തള്ളുകയാണല്ലേ. ഡോക്ടർ രഞ്ജിത്തിൻ്റെ ഓൾഡ് ബിഗ് ബോസ് പ്ലെയർ സ്റ്റുഡൻ്റാണ് ജിൻഡോ എന്ന് അദ്ദേഹം പറയുന്നത് കേട്ടു. ഒപ്പം അദ്ദേഹം ബിഗ് ബോസിനോട് റിക്വസ്റ്റ് ചെയ്യുന്നുണ്ടായിരുന്നു ജിൻഡോയെ 2 ആഴ്ചയെങ്കിലും ഔട്ടാക്കരുതെന്ന്. ജാസ്മിനെ ഔട്ടാക്കാൻ എനിക്ക് നല്ല താല്പര്യം ഉണ്ട്. അത് പറ്റത്തില്ലല്ലോ, അവർ കഴിഞ്ഞല്ലോ. ഒരു തെറിച്ച വ്യക്തിയാണ് റോക്കി. യെസ്, കം ബാക്ക് ടു ക്ലബ് ഹൗസ്. നോ സഞ്ജന. ട്യൂബർ കൊളോസിസ് റിങ്ങോ എന്തുവാ ചേച്ചി, യമുനെ പറ്റിയുള്ള ഒപ്പീനിയൻ എന്താ? അതിൻ്റെ ഒരു ഏജ് ലെവലിലുള്ള തോട്ടും ഒരു ചുമ്മാ ഒരു എനിക്ക് ഇഷ്ടപ്പെട്ടില്ല. ഐ എം നോട്ട് ഇൻട്രസ്റ്റഡ് ടു ദാറ്റ് ലേഡി. അതാണ് സത്യം, എനിക്ക് തീരെ ഇഷ്ടപ്പെട്ടില്ല. കാരണം നമുക്ക് ഈ ആളുകളെ ഐഡൻറ്റിഫൈ ചെയ്യാനുള്ളൊരു മിനിമം യോഗ്യത ഉണ്ടാവില്ല, അതുപോലും ഇല്ല. അതാണ്. അനർഘ നിർഗള ഭാഷയിൽ മലയാള ഭാഷയെ കൈകാര്യം ചെയ്യുന്ന ഒരു യൂട്യൂബർ ഉണ്ട്. അതാരാ? അയ്യോ ചേച്ചി പോവല്ലേ, ഞാൻ പോവും. നീ ഉറങ്ങാൻ ചേച്ചി. ശരി, ഗുഡ് നൈറ്റ്. ഞാൻ ചേച്ചിയമ്മയെ ലൈവിൽ മാത്രം കാണാറുള്ളൂ. സത്യം, അത്ര ഇഷ്ടമാണ്. ചേച്ചിയമ്മയുടെ ലൈവ് മാത്രമേ കാണൂ. ഓവർ വിനയം, ഓവർ സ്നേഹം എനിക്കെപ്പോഴും പണി തന്നിട്ടുണ്ട്. ലജ്ജുവേ. ഐ എം ഔട്ട് സ്പോക്കൺ ബട്ട് ഐ നെവർ ഹെൽഡ് എനിവൺ. നാളെ കാണാം. ഓക്കെ, ഗുഡ് നൈറ്റ്. ഗുഡ് നൈറ്റ്. ജിൻഡോ ഭയങ്കര ദേഷ്യക്കാരനാണെന്ന് ഡോക്ടർ രഞ്ജിത്ത് പറഞ്ഞു. അവൻ്റെ ദേഷ്യം ഉണ്ടെങ്കിൽ തലമണ്ടയ്ക്കകത്ത് 2-3 തേങ്ങ അങ്ങ് പൊട്ടിച്ചു കൊടുക്കണം. അതോടെ അവൻ്റെ ദേഷ്യം അതോടെ തീരും. അവിടെ കിടന്ന് പെമ്പിള്ളേരെ തലയിലിട്ട് കയറുന്നു. വേറെ പെമ്പിള്ളേരുടെ അടുത്ത് പോകുന്നില്ലല്ലോ. അവൻ ചാടി പിടിക്കണത് ആരെയാണെന്ന് നോക്ക്. ഉള്ളതിൽ ദുർബലയായ ആ പാവം നോറ കൊച്ചിന്. ഉള്ളതിൽ ദുർബല അതാണ്. ഇനിയും ഇവർക്ക് 2 പേർക്കും തന്നെയാണ് പവർ ഇത് കൊടുത്തിട്ടുള്ളത്. അതിൽ മറ്റേ പെൺകൊച്ച് ഭയങ്കരമായിട്ട് ഇറിറ്റേറ്റഡ് ആവുന്നു തോന്നുന്നു. കാരണം ഈ നന്നായി ഡാൻസ് കളിച്ചത് അവളായിരുന്നു. ഇനി ഇവർ പ്ലേഡ് ആണെങ്കിൽ, പ്ലാനഡ് പ്ലേ ആണെങ്കിൽ ആ പെണ്ണ് നല്ല ഡാൻസ് കളിക്കുമ്പോൾ അവക്കല്ലേ സമ്മാനം കൊടുക്കുക. ജിൻഡോ അത് ചെയ്തില്ലല്ലോ. അപ്പോൾ അതിനകത്ത് ഉറപ്പിച്ചോ ജിൻഡോ കളിക്കുന്നതാ. ഇറ്റ്സ് നോട്ട്. ഹും ഡു യു ലൈക്ക് ഇൻ ബിഗ് ബോസ്? ജയ് ഗണേഷ് കാണുമോ? വന്നാൽ കാണും. ജിൻഡോ ഭയങ്കര ദേഷ്യക്കാരനാണെന്ന് ഡോക്ടർ രഞ്ജിത്ത് പറഞ്ഞു. ഓക്കെ, ഗുഡ് നൈറ്റ്. നാളെ കാണാം. ഞാൻ ടയേർഡാടോ, അതുകൊണ്ടാണ്.